Hello, good evening, sir. Yes, good evening. Good evening. One second. എന്നെ കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട്. യെസ്. കാര്യങ്ങളൊക്കെ സെറ്റല്ല? സെറ്റാണ്. ഇവിടെ കണ്ടില്ല. നന്നായി. ആരുടെ അവിടെ ബഹളം? അപ്പൊ എങ്ങനെയാ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആരാണ്? ഇന്നലെ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? പുതിയ ഇന്നലെ വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്നു? മനീഷ്, ആ അത് ശരി, ആരും വീഡിയോ ഓണാക്കിയില്ല. അപ്പൊ എല്ലാവരും വീഡിയോ ഓണാക്കും. വരട്ടെ വീഡിയോ ഓണാകട്ടെ. എല്ലാവരുടെയും വീഡിയോ ഓണാവട്ടെ. മാക്സിമം ആളുകൾ വീഡിയോ ഓണാക്കണം. അല്ലെങ്കിൽ സെഷൻ വളരെ ഭയങ്കര മോശമായി പോകുന്നു. ജുഹൈനും ഓണാക്കണ്ട, അല്ലെങ്കിലേ പേടിയാണ്. കറണ്ട് ഇല്ലെങ്കിൽ തീരെ ഓണാക്കണ്ട. വന്നാ വീഡിയോ ഓണാവട്ടെ. പ്രിയപ്പെട്ട ബിസിനസ്സുകാരെ, നിങ്ങൾ ആരെയാണ് ഈ മറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ കസ്റ്റമറെ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഇനി നടക്കുന്നത് ഇവിടെ. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഈ കർട്ടൻ ഇട്ടിട്ട് കർട്ടന്റെ ബാക്കിൽ ഇരുന്ന് കളിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കച്ചവടം വേണ്ടേ? കാശ് വേണ്ടേ? സെയിൽസ് വേണ്ടേ? അപ്പോ വീഡിയോ ഓണാവട്ടെ, കമോൺ. അല്ലെങ്കിലൊക്കെ ക്ലാസ് വളരെ അല്ലേ ഉണ്ണീൻകുട്ടി, അനീഷെ? വീഡിയോ ഒക്കെ ഓണാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു പവർ കിട്ടുള്ളൂ, നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. വരട്ടെ, എല്ലാവരും വീഡിയോ ഓണാവട്ടെ. ഒരു 25% പേരെങ്കിലും വീഡിയോ ഓണാക്കണ്ട. ഞാൻ ക്ലാസ് തുടങ്ങില്ല, ഞാൻ ചുമ്മാ കഥ പറഞ്ഞിരിക്കും. എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യം അത്. വരട്ടെ. നിങ്ങളുടെ ആത്മാർത്ഥതയാണ് എന്റെ ആത്മാർത്ഥത. ഞാൻ എന്റെ പരമാവധി നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണെനിക്ക്. എന്താണ് നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ മാനസികാവസ്ഥ എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റിയാലേ ഉള്ളൂ. സി, ഏറ്റവും രസകരമായ കാര്യം, ഇന്ന് നമ്മളിങ്ങനെ നമ്മുടെ 2-3 സുഹൃത്തുക്കളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ പോയിന്റ് ഉണ്ട്. ആ വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ പോയിന്റ് ആണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് വീഡിയോ ഓണാക്കി. കമോൺ, വരട്ടെ, കമോൺ. അല്ല, ഞാൻ മിണ്ടില്ല കേട്ടോ, എനിക്ക് ഉറപ്പാണ്.
അതിനെ പറ്റി അഹങ്കാരമായിട്ട് കൂട്ടിയാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനൊരു യാത്രയിൽ, അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാത്തതോ. ആയിക്കോട്ടെ. ക്ലാസ് കേൾക്കുന്നുണ്ട്, വീഡിയോ ഓഫ് ആക്കിയിട്ട്. ഓക്കെ. ഹസീനയുടെ ആത്മാർത്ഥത, ഹസീന ട്രാവലിംഗിലാണെങ്കിലും പറഞ്ഞു, ഇത് അതുമില്ല, മറ്റുള്ളവരൊന്നും പറയുന്ന പോലുമില്ല. അപ്പൊ തുടങ്ങില്ല. എന്നാ അനീഷ, നമുക്ക് തുടങ്ങാം. എന്റെ ചോദ്യം നമ്പർ 1 ചോദ്യം, എത്ര പേര് എനിക്ക് ചാറ്റ് കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വളരെ വളരെ ഭയങ്കര മോശക്കാരനാണ്. ഞാൻ ഈ കളിക്കണം ചിരിക്കണം മാത്രം എന്നെ കണക്കാക്കരുത് കേട്ടോ. കച്ചവടക്കാരായിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്തിട്ട് അവരുടെ കച്ചവടം പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ആളും കൂടി ആവണം. അറിയാലോ, ഞാൻ കുറച്ച് ഹാർഡായിട്ടുള്ള ആൾ കൂടിയാണ്. ഞാൻ ചൂടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മഹാമോശം. ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 രൂപ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല പ്രോഫിറ്റ് നോക്കിയിട്ടല്ലേ നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. നിങ്ങളുടെ ബിസിനസ് രക്ഷപ്പെടണം. ഇന്ന് മുതൽ ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചത് ഒരു ബിസിനസ്സുകാരന്റെ മനോഭാവവും അവന്റെ റോൾസും അവന്റെ റൂൾസും ആണ്. ഇന്ന് മുതൽ നമ്മൾ സംസാരിക്കാൻ പോണത് കസ്റ്റമറെ കുറിച്ചിട്ടാണ്. നമുക്ക് സെയിൽസ് കിട്ടണം, കാശ്. നമ്മുടെ ബിസിനസ്സിലെ ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ നമുക്ക് പണം കൊണ്ടുവന്ന് തരുന്നുള്ളൂ, അത് സെയിൽസ് ആണ്. ആ സെയിൽസ് നമുക്ക് പണം തരണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് കസ്റ്റമർ വേണം. കസ്റ്റമർ. ആ കസ്റ്റമറെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഇതിനെ പകുതി മാത്രം താല്പര്യത്തോടെ വാല്യൂ കൊടുക്കാതെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാനിത് വർഷങ്ങളോളം കാശ് കൊടുത്ത് എന്റെ സമയം ചെലവഴിച്ച് എന്റെ മനസ്സും ശരീരവും മാറ്റിവെച്ച് പഠിച്ച കാര്യങ്ങളാണ്, മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആ സമയത്ത് എവിടെയെങ്കിലും ഒരു കട്ടിലിന്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കടന്നിട്ട് ഓരോരോ റീസൺസ് പറഞ്ഞിട്ട് വളരെ റിലാക്സ് ആയിട്ട് കേൾക്കേണ്ട ടോപ്പിക് അല്ല ഇന്ന്. ഈ കഴിഞ്ഞ 5 ദിവസം ഞാൻ വാശി പിടിച്ചിട്ടില്ല, ഇന്ന് ഞാൻ വാശി പിടിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. യു ഹാവ് ടു ഓപ്പൺ യുവർ വീഡിയോ ഡിയേഴ്സ്, പ്ലീസ്. ഇനി അഥവാ നിങ്ങൾ ഓക്കെ, എനിക്ക് ചിലരുടെയൊക്കെ മെസ്സേജ് കിട്ടുന്നുണ്ട്, ഞാൻ അംഗീകരിച്ചു. ഓക്കെ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഇവിടെ വേണ്ട, എനിക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മതി. ഇൻട്രസ്റ്റ് ഉള്ള ബെസ്റ്റ് ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ എനിക്ക് വേണ്ട. എനിക്കറിയാം ഇന്ന് ആദ്യമായിട്ട് എന്നെ കാണുന്ന കുറച്ച് പേര് ഇവിടെ വരുന്നുണ്ട്. അവരോടും പഴയ ആളുകളോടും ഇന്ന് എത്രയോ വർഷങ്ങളായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതും ആരോടായിക്കോട്ടെ ഞാൻ പറയുന്നു വളരെ ഓപ്പൺ ആയിട്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വേണ്ട. ജസ്റ്റ് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ ലോകത്തിൽ ഈ കാര്യത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ. നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. സരിൻ ഇവിടെ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സരിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്മിറ്റഡ് ആയ ആളാണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ? നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാൻ താല്പര്യം മാത്രം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല സർ, കമ്മിറ്റഡ് ഇല്ല. ആണ്. കമ്മിറ്റഡ് ആവണം. ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെ ആവണം. ഇവിടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെ എനിക്ക് വേണം, വെരി സീരിയസ്ലി. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ബിസിനസ്സുകാരൻ അവന്റെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ചിന്തിക്കേണ്ട ഒരു 3 പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇന്ന് എന്ത് ഏൺ ചെയ്തു? വാട്ട് ഐ ഏൺ ടുഡേ. എന്ത് ഏൺ ചെയ്തു? എന്ത് കിട്ടി എനിക്ക്? വാട്ട് ഐ ലേൺ ടുഡേ. ഞാൻ എന്ത് പഠിച്ചു ഇന്ന്? വാട്ട് ഐ സ്പെൻഡ് ടുഡേ. ഞാൻ എന്ത് ചെലവഴിച്ചു എന്ന്? ഈ 3 കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരന്റെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആട്ടോ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു ബി കമ്മിറ്റഡ് ടുവേർഡ്സ് ബിസിനസ്. എനിക്കറിയാം എന്റെ രാവിലെ ക്ലാസ്സിൽ 6 മണിക്ക് വന്ന് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന 30, 35, 40 ആളുകളുണ്ട്. ദേ ആർ കമ്മിറ്റഡ് ടു ദ ബിസിനസ്. എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ആരെയും വേണ്ട. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രമേ നിങ്ങൾക്കുള്ളെങ്കിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിർത്തിപ്പോവാം. എനിക്ക് ഒരു പരിഭവവും ഇല്ല, പരാതിയില്ല. ഇഫ് യു ആർ ജസ്റ്റ് ഇൻട്രസ്റ്റഡ്, ഇഫ് യു ആർ കമ്മിറ്റഡ് ടുവേർഡ്സ് എ ബിസിനസ്, ലെറ്റ് us start the game. റെഡി അല്ലേ? ഒന്ന് ചാറ്റിൽ വരട്ടെ. കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് സി എന്നടിക്കി, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഐ എന്നടിക്കി, അല്ലാത്തവര് ഇൻട്രസ്റ്റും കമ്മിറ്റഡ് അല്ലാത്തവര് ഒന്നും അടിക്കണ്ട.
അപ്പൊ ഉണ്ണിക്കുട്ടി മനസ്സിലായല്ലേ എത്ര പേര് കമ്മിറ്റഡ് ആണ്, എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ്, ഇതിൽ അടിക്കാത്ത എത്ര പേരുണ്ട് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? ടോട്ടൽ ഇപ്പൊ എത്ര പേരുണ്ട്? 37 പേരിൽ എത്ര പേര് കമ്മിറ്റഡ്? കേൾക്കണ്ടല്ലോ അല്ലെ? കേട്ടല്ലോ അല്ലെ? യെസ് സോറി യെസ്, സാർ, എന്റെ ചാറ്റിംഗ് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അത് നോ കാരണം പ്രോബ്ലം. ഓക്കെ, ഐ ചാറ്റിംഗ് ക്യാൻ എന്തോ അണ്ടർസ്റ്റാൻഡ്. കഴിഞ്ഞ 5 ദിവസം താങ്കൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം താങ്കൾ കമ്മിറ്റഡ് ആണുള്ളത്. എന്റെ ഫസ്റ്റ് പേഴ്സൺ ഈ ഓപ്പൺ ദ വീഡിയോ ഓവർ ഹിയർ, ഐ അഗ്രി ദാറ്റ്. ഫസ്റ്റ് പേഴ്സൺ നിങ്ങൾ വീഡിയോ ഓണാക്കി ഞാൻ അംഗീകരിക്കുന്നു, അത് കമ്മിറ്റഡ് ആണ്. നിങ്ങൾ ചാറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കും. എനിക്ക് ചാറ്റ് ഇടാത്തവരുടെ എന്റെ വീഡിയോ ഓണാക്കുന്ന വന്നത്. അപ്പൊ അനീഷെ നമുക്ക് തുടങ്ങാം. വിജി, സുബിത, എല്ലാവരും സെറ്റ് അല്ലേ? എന്റെ ചോദ്യം ഇതാണ്, ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? നിങ്ങൾ ബിസിനസ് നടത്താൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആളുകൾക്ക് വിൽക്കണം, അതിന്റെ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ സ്ട്രാറ്റജി എന്താണ്, അതിന്റെ സെയിൽസ് എങ്ങനെ ചെയ്യണം, ഈവൻ ആ ബിസിനസിന്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിന്റെ പേരാണ് ഹൂ ഈസ് യുവർ കസ്റ്റമർ? ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? പലർക്കും അതറിയാതെയാണ് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് പോയിട്ട് ജസ്റ്റ് പോയിട്ട് രജിസ്ട്രേഷൻ എടുത്ത് അതിന്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി അതിനുശേഷം പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത് ആലോചിച്ച് പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ നടക്കുകയാണ് നമ്മളിൽ പലരും. നമുക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കസ്റ്റമറോട് പറയാ വാങ്ങ് വാങ്ങ്. ഏത് കസ്റ്റമർ? എല്ലാവരോടും പറയാണ് വാങ്ങ് 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 എന്നുള്ളത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടത്തുന്ന, ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്തുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ, സ്ത്രീകളും പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരോട്. അവരോട് എനിക്ക് ആദ്യം പറയുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന്, ആ കസ്റ്റമറിലേക്ക് എങ്ങനെ എത്താൻ പറ്റുന്ന. നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ പുച്ഛിക്കുന്നുണ്ടെങ്കിൽ, ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര കച്ചവടം കിട്ടുന്നില്ലെങ്കിൽ, ഇനി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല, വേറെ ഏതൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നവനായിക്കോട്ടെ, വിനോദ് കുമാറിനെ പോലെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കുന്നവനാട്ടെ, നിങ്ങൾക്ക് സെയിൽ കുറവാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത്ര സെയിൽസ് കിട്ടുന്നില്ലെങ്കിൽ, ഇൻകം കിട്ടുന്നില്ലെങ്കിൽ, റവന്യൂ കിട്ടുന്നില്ലെങ്കിൽ, സർവീസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ബിസിനസ് കിട്ടുന്നില്ലെങ്കിൽ, റവന്യൂ വരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ആളുകൾ വാങ്ങുന്നില്ലെങ്കിൽ, അതിനൊരു ഒറ്റ റീസണേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് അറിയില്ല. ആ കസ്റ്റമറെ അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ, സർവീസ് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നത് ഒറ്റ കാരണമേ ഉള്ളൂ നിങ്ങൾക്ക് ബിസിനസ് മോശമാവാൻ. ബിസിനസ്സിൽ വിജയിക്കുന്നവനും ബിസിനസ്സിൽ തോൽക്കുന്നവനും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താണെന്നറിയോ? ബിസിനസ്സിൽ വിജയിക്കുന്നവന് കസ്റ്റമർ ആരാണെന്ന് അറിയാം, അവനെ കണ്ടുപിടിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ബിസിനസ് തോൽക്കുന്നവന് കസ്റ്റമർ ആരാണെന്നും അറിയില്ല, അത് കണ്ടുപിടിക്കാനുള്ള ആറ്റിറ്റ്യൂഡും ഇല്ല. അത്രേ വ്യത്യാസമുള്ളൂ. സോ വെരി സീരിയസ്ലി നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്, ഇന്ന് കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളെയും കഴിയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഫൈൻഡ് യുവർ കസ്റ്റമർ. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ കണ്ടുപിടിക്കും. എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്നതിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സെയിൽസ് വളരെ മോശമാണ്, ബിസിനസ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മള് ആരോഗ്യം അത്രത്തോളം പ്രശ്നം വരുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തപ്പോഴല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. അതുകൊണ്ടുപോലെ തന്നെയാണ് ഇവിടെ പലർക്കും ബിസിനസ് വളരെ മോശമായിട്ടിരിക്കുന്നത് കൊണ്ട് അവർ എൻ്റെ അടുത്തേക്ക് ട്രെയിനിങ്ങിന് വന്നിരിക്കുന്നത്, ഈവൻ കൺസൾട്ടേഷൻ വന്നിരിക്കുന്നത്. ഇനി കുറച്ച് പേരുണ്ട് ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ആലോചിക്കുന്നുണ്ട്, എന്ത് തുടങ്ങണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്ത് തുടങ്ങണമെന്ന് തീരുമാനമായിട്ടില്ല, എങ്ങനെ ചെയ്യേണ്ടത്, എവിടെ മാർക്കറ്റ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്. എന്താ കാരണം എന്നറിയോ? ശമ്പളക്കാശ് തികയുന്നില്ല എന്നുള്ളതാ കാരണം. അനീഷ് വിചാരിക്കേണ്ട ഞാൻ അനീഷിനെ കുറിച്ചാണ് പറയുന്നത്. അനീഷിനെ കുറിച്ച് മാത്രമല്ല അനീഷ്, ഇവിടെ ഒരു 15 അനീഷുമാർ ഇരിപ്പുണ്ട് ഇതേപോലെ. സീരിയസ്ലി ഇനി കുറച്ച് വിഭാഗക്കാരുണ്ട് നമ്മൾ അറിയാണ്ട് വന്ന് പെട്ടു ബിസിനസ്സിലേക്ക്, ജോലി ചെയ്യാൻ പോകാൻ പറ്റില്ല, അതുകൊണ്ട് എന്തായി സൈഡായിട്ട് ബിസിനസ് തുടങ്ങി. എന്താണ് നടക്കുന്നില്ല ഒന്നും. കുറെ കാശ് ലോൺ എടുത്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, മറ്റുള്ളവരുടെ അടുത്ത് കടം മേടിച്ചു, കുടുംബക്കാരുടെ അടുത്ത് കടം മേടിച്ചു. നിങ്ങൾക്കൊരു കഥ അറിയോ? ബാങ്കിൽ നിന്ന് ലോൺ മേടിക്കണേക്കാട്ടും കഷ്ടമാണ് കുടുംബക്കാരുടെ അടുത്ത് കാശ് കടം മേടിച്ചാൽ. ബാങ്കിൽ നിന്ന് കടം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ എന്തെങ്കിലുമൊക്കെ റോൾ ചെയ്യാം. കുടുംബക്കാരുടെ അടുത്താണെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാനാണെങ്കിലും അതെ, നിങ്ങളാണെങ്കിലും അതെ. ബാങ്കിലെ EMI അടക്കണേക്കാട്ട് തിരക്കാണ് അച്ഛൻ്റെ അടുത്തുനിന്നോ അമ്മയുടെ അടുത്തുനിന്നോ അനിയന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസിന്റെ അടുത്തുനിന്നോ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ. അതാ തിരക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ബന്ധങ്ങൾ പോവാന്നാ പേടി.
അവര് നമ്മുടെ മനസമാധാനം കെടുത്തും, നാട്ടിൽ നമ്മളെ നാട്ടിക്കും. മോൻ എന്നാ പറയുക, എന്റെ മോൻ എന്ന് പറയും. ഇന്ത്യയിലെ മുന്നൊക്കെ വേറെ വേർഡ് അല്ലേ? നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ എന്റെ അടുത്ത്. ഈ സിറ്റുവേഷൻസിൽ നിന്ന്, ഈ കഷ്ടപ്പാടുകളിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്സുകാരുണ്ട് ഇവിടെ. അവർക്ക് കൂടുതൽ ബിസിനസ് കണ്ടുപിടിക്കാൻ, കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ കാശുണ്ടാക്കാൻ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യേണ്ടു. യു ഹാവ് ടു ഫൈൻഡ് യുവർ റൈറ്റ് കസ്റ്റമർ. ഫൈൻഡ് യുവർ റൈറ്റ് കസ്റ്റമർ. ജസ്റ്റ് കസ്റ്റമർ അല്ല, റൈറ്റ് കസ്റ്റമർ. ശരിയായ കസ്റ്റമറെ കണ്ടുപിടിക്കണം. കസ്റ്റമറെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും, ഇന്നും അടുത്ത ദിവസങ്ങളായിട്ട്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ അറിയണം, അപ്പു പറഞ്ഞ പോലെ, നിനക്ക് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്ന് അറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക ആരാണെന്ന് കസ്റ്റമർ. അപ്പൊ ഞാൻ പറഞ്ഞു തരും ആരാണ് കസ്റ്റമർ എന്നുള്ളത്. ആ കസ്റ്റമറെ കണ്ടുപിടിച്ച് അവർക്ക്, ആ കസ്റ്റമർക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്താൽ അപ്പൊ മനസ്സിലാവും കസ്റ്റമറിന് വില. അപ്പൊ ആരാണ് കസ്റ്റമർ എന്ന് കണ്ടുപിടിക്കാൻ പോവല്ലേ? എന്റെ ചോദ്യം അതാണ്. ഞാൻ ചോദിക്കുന്ന 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. യു മസ്റ്റ് ഹാവ് എ 200 നോട്ട് ബുക്ക്, 200 പേജ് നോട്ട് ബുക്ക്. ഒരു 200 പേജിന്റെ 100 പേജിന്റെ നോട്ട് ബുക്ക് നിങ്ങളുടെ ഒപ്പം വേണം. എന്തിനാണെന്നറിയോ? ഈ 21 ദിവസം ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ദാറ്റ്സ് എ എൻസൈക്ലോപീഡിയ ഫോർ യുവർ ബിസിനസ്. ഐ ആം ഷുവർ ദാറ്റ് 21 ദിവസം നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള എൻസൈക്ലോപീഡിയ ആണ്. യു ഡോണ്ട് നീഡ് എനി ചാറ്റ് GPT, യു ഡോണ്ട് നീഡ് എനി അതർ ട്രെയിനിങ്സ്. താല്പര്യം ഉണ്ടെങ്കിൽ, കമ്മിറ്റഡ് ആണെങ്കിൽ ഇന്ന് തുടങ്ങിയല്ലേ? ഓക്കെ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച് അറിയോ? ഞാൻ ഇവിടെ നിന്ന് ചലഞ്ച് ചെയ്യാണ്. ആദ്യത്തെ 5 പേര് എന്റെ അടുത്തേക്ക് ചാടി വീഴുന്ന ആദ്യത്തെ 5 പേർക്ക് നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു തരാം, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു തരാം. വേഗം ആരൊക്കെയാണ് 5 പേർ? നിഷ ഫസ്റ്റ് നോക്കോട്ടോ, ആരൊക്കെയാണത്? 5 പേർക്ക് ഞാൻ നിങ്ങളുടെ കസ്റ്റമറെ കണ്ടുപിടിക്കും. കമർ, യെസ്. 1. ഞാൻ ചാറ്റിൽ ഫസ്റ്റ് വരണം, എന്റെ അടുത്ത് വരണേ നോക്കുള്ളൂ കേട്ടോ. കമർ. അല്ലെങ്കിൽ വേഗം ഉണ്ണിൻകുട്ടി, യെസ്. സെക്കൻഡ്. 5 പേര്, 5 പേര്. അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ സർവീസ്, അവരുടെ കസ്റ്റമറെ നമ്മൾ ഇന്ന് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ പരിപാടി. അടുത്ത ആരാ? നെക്സ്റ്റ്. ഹസീന, ഹസീന, ഓക്കെ. വിനോദ്. 4, ഓക്കെ. 4 അല്ല 3 അല്ലേ? സുബിത, ഓക്കെ. അപ്പോ ഖമർ കഴിഞ്ഞു. പ്രേമാദേവി, ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അവസാനത്തേക്ക് നോക്കാം കേട്ടോ. ശരി. അപ്പൊ ഖമർ, ഹസീന, വിനോദ്, ഉണ്ണീൻകുട്ടി, സുബിത, എവൻ പ്രേമാദേവി. 5, നമുക്ക് 6 പേരുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം. അപ്പൊ ആദ്യം ആരായിരുന്നു? ഖമർ. സംസാരിക്കണം കേട്ടോ, എനിക്ക് സംസാരിക്കണം, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട്. എന്റെ ചോദ്യം ഇതാണ്, ഖമറുദ്ദീൻ അല്ലെ? നമുക്ക് തുടങ്ങുന്ന. ഓക്കെ, ഖമറുദ്ദീൻ, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്? എന്റെ പ്രോഡക്റ്റ് മൊബൈല്, കമ്പ്യൂട്ടർ, സെയിൽസ് ആൻഡ് സർവീസ്. മൊബൈൽ, കമ്പ്യൂട്ടർ ആൻഡ് സെയിൽസ് ആൻഡ് സർവീസ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഓൺലൈൻ, ഓഫ്ലൈൻ, എങ്ങനെയാണ്? ഇപ്പോ ഓഫ്ലൈൻ ആണ്. ഓൺലൈനിലെ ചെറിയ മാർക്കറ്റിംഗ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈനിൽ ചെറിയ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ, നോ പ്രോബ്ലം. ഓഫ്ലൈനിൽ നിങ്ങൾ എവിടെയാണ് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഉള്ളത്? എനിക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയില്ല. ഏത് സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങളുടെ ഓഫീസ് ഇരിക്കുന്നത്, മീൻസ് ഷോപ്പ് ഇരിക്കുന്നത്? ഷാർജ. ഷാർജയില് നിങ്ങൾ അവിടെ ഓഫീസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആരെയാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് നിങ്ങൾ തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ ആര് വന്ന് സർവീസിനോ സെയിൽസിനോ വരുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോ? ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഞാൻ ഏറ്റെടുത്തതാണ്. അങ്ങനെയാണ്. ശരി, ഓക്കെ, കുഴപ്പമില്ല. ശരി, ആരാണ് വരുന്നത്? ഇപ്പോ ലോക്കൽസ് ആണ്. ഇപ്പോ ലോക്കൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പെർസെന്റേജ് ബംഗ്ലാദേശ്, അങ്ങനെയുള്ള പുറം രാജ്യക്കാര്, കുറച്ച്. ഞാൻ നോക്കുന്നത് ഈ ഷോപ്പിന്റെ ചുറ്റുപാടുമുള്ള എത്ര കിലോമീറ്റർ ചുറ്റുപാടുള്ള ആളുകൾ വരുന്നുണ്ട്? അത് ലോക്കൽസ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ചുറ്റുപാടിലുള്ള ആൾക്കാർ കുറവായിരുന്നത് കാരണം ഞാനിപ്പോ ചെറിയൊരു മാർക്കറ്റിംഗ് ചെയ്തപ്പോ നമ്മളെ ഈ ചുറ്റുപാടുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, മാർക്കറ്റിംഗ് ചെയ്യാനുള്ള വഴികളാണ് പറയുന്നത്. മീൻസ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. എന്റെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ഷോപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുപാടും ഒരു 5 കിലോമീറ്റർ ചുറ്റുപാടുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത്, അത് 10 കിലോമീറ്റർ വരെ പോകണം? അല്ല, ഇപ്പൊ എന്റെ മൈൻഡില് ഓൺലൈന് ചെയ്യണം, കുറച്ച് ദൂരമുള്ളത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. ഓക്കെ, അതിലേക്ക് വരാം. ഇത് കിട്ടിയാൽ നമുക്ക് അത് എടുക്കാം.
ഓക്കെ. ആ. ഫസ്റ്റ് ചോദ്യം 10 കിലോമീറ്ററിനുള്ളിലാണോ 5 കിലോമീറ്ററിനുള്ളിലാണോ ആളുകൾ വരാൻ ചാൻസ്? ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്ററിനുള്ളിലേ വരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമ്മളൊരു ഒരു average 5 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് ആദ്യത്തെ സ്വഭാവം അവര് 5 കിലോമീറ്റർ, നമ്മുടെ 5 കിലോമീറ്ററിനുള്ളിലുള്ള ആളുകളാണ്. ഓക്കെ. ഇനി ഓക്കെ. എന്റെ ചോദ്യം ഇതാണ്, ഫസ്റ്റ് ചോദ്യം ഇതാണ്, ഇപ്പൊ സാധാരണ വരുന്ന ആളുകളുടെ വയസ്സ് ഏകദേശം എത്രയാണ്? ഒരു ആവറേജ് വയസ്സ് ഏജ് ഒരു 15 ടു 15 ടു 55 60 50 അതിൽ 55 അതിൽ 60%, 50% മുകളിൽ ഏത് വയസ്സുള്ള ആളുകളാണ് വരുന്നത്? അതിൽ 50 ടു 60% നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25 ടു 40 45-ന്റെ ഉള്ളിൽ വരാനേ ചാൻസ് ഉള്ളൂ. അതായത് 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്ന 60%. അതെ. അല്ലെ? അതിൽ തന്നെ 15 ടു 25 നമുക്കൊരു 20% ആളുകൾ വരുന്നുണ്ടോ, അതോ 10% ഉള്ളോ? അതൊരു 10% 15% ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. കാരണം കുട്ടികൾ ശരി. അങ്ങനെയുള്ള മനസ്സിലായി. ഒരു 45 മുതൽ 60 65 വയസ്സ് വരെയുള്ള ഒരു 10% 20% ഉണ്ടാവുള്ളൂ. അതെ, അതിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ്. ഏറ്റവും കൂടുതൽ എന്റെ കണക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന 25 ടു 35 വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് ചാൻസ് ഉണ്ട്. അതിനാണ് ചാൻസ് കൂടുതൽ ഉണ്ട്. ചാൻസ്. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ എന്ന് പറയുന്നത് 25 മുതൽ 35 വരെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടുന്നത് 10 ആളുകളെയാണ് ഒരു ദിവസം നമുക്ക് കരുതുക. ഒരു ദിവസം നമുക്ക് 10 ആളുകൾ ഈ റേഞ്ചിൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 25 ആള് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഇരട്ടി ബിസിനസ് കിട്ടും. ഇതാണ് എന്റെ കാൽക്കുലേഷൻ. ശരിയാണോ? ശരിയാണ്. ഇനി എന്റെ ചോദ്യം, ഇതിൽ വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അത് രണ്ടും ഉണ്ട് എന്ന് പറയാം. എന്താണ് പെർസെന്റേജ്? 40 60 60% ആണുങ്ങൾ, 40% സ്ത്രീകൾ, 60 ജെൻസും എന്താ ഒരു 40% ലേഡീസും പറയാം. ശരി. ഓക്കെ. യെസ്. വരുന്ന ആളുകളുടെ എന്താ പറയാ, ഒരു പണത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അവസ്ഥ ഇവരെങ്ങനെയാണ്? ആവറേജ് പീപ്പിൾ, ബിലോ ആവറേജ്, അബോ ആവറേജ്, പണക്കാർ? അതിലൊരു 50% ബിലോ ആവറേജ് ആണ്. ഒരു 50% എന്താ പറയാ കുഴപ്പമില്ല, ഒരു ആവറേജ് തന്നെയാണ്. ആവറേജും ബിലോ ആവറേജും, അതായത് എബോ ആവറേജും ബിലോ ആവറേജും മാത്രമേ ആളുകൾ നിങ്ങൾക്കുള്ളൂ? അതായത് ബേസിക്കലി ആവറേജ് പീപ്പിൾ ഉള്ളൂ? അല്ല, നല്ല റിച്ച് പീപ്പിളും ഉണ്ട്. പക്ഷെ നമുക്ക് അവരെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ലതാണ് ഇതിലൊരു ഐഡിയ ഇട്ടത്. അത് നിങ്ങൾ അവർ കൊണ്ടുവരുന്ന ഫോൺ കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ ആപ്പ് കണ്ടറിഞ്ഞൂടെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം കുഴപ്പമില്ലാത്ത ആൾക്കാർ തന്നെയാണ്, ഫോൺ നോക്കുകയാണെങ്കിൽ. കാരണം അത്യാവശ്യം നല്ല ഫോണുകൾ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ഇനി എന്റെ ചോദ്യം, ഇവരുടെയൊക്കെ ഫോൺ നമ്പറും ഡീറ്റെയിലും അഡ്രസ്സും സ്ഥലവും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പോ എന്താ ഓൾമോസ്റ്റ് ഇപ്പൊ ഞാൻ എടുത്ത ശേഷം ഷോപ്പിൽ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്ത് ഒന്ന് ഷോപ്പിലേക്ക് വരുന്ന എല്ലാ നമ്പേഴ്സും കസ്റ്റമറെ കൊണ്ട് നമ്മളെ സേവ് ചെയ്യിപ്പിച്ച് ഇവരടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഉണ്ടാക്കിയിട്ടു. അത് സർവീസിലാവുമ്പോൾ കൂടുതൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് സെയിലിലേറെ. അപ്പോ എന്നിട്ടൊന്ന് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ബ്രോഡ്കാസ്റ്റ് വഴി മാക്സിമം ഇങ്ങനെ ചെറിയൊരു ഇത് ചെയ്തപ്പോഴാണ് ഇപ്പൊ നമുക്കൊരു ചെറിയൊരു മാറ്റം വന്നേ. നമ്മള് ഗ്രാഫിൽ നിന്ന് താഴെയായിരുന്നു, ഇപ്പോഴും ഗ്രാഫ് നമുക്ക് എത്തണുള്ളൂ. കമറുദ്ദീൻ, എന്റെ ചോദ്യം എന്താ അറിയോ? ഈ വരുന്ന കസ്റ്റമർ ഉണ്ടല്ലോ, ഈ വരുന്ന കസ്റ്റമർ ഏറ്റവും കൂടുതൽ സെയിൽസ്, ഇപ്പൊ നമ്മൾ സെയിൽസിന്റെ കാര്യം എടുക്കാം, സെയിൽസ് മാത്രം എടുക്കാം, നമ്മൾ സർവീസ് മാറ്റിയെടുക്കും, സെയിൽസ് മാത്രം എടുക്കും. സെയിൽസ് വരുന്ന കസ്റ്റമർ ഒരു 10 കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ എത്ര പേര് ഏകദേശം ഇപ്പൊ വാങ്ങുന്നുണ്ടായിരിക്കും സാധനങ്ങൾ? ഒരു ആവറേജ്. ഇപ്പൊ ഒരു മാക്സിമം ഒരു 95% വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മള്. വാങ്ങിപ്പിക്കലാണോ വാങ്ങിക്കലാണോ? വാങ്ങിക്കലല്ല, വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി അവരെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അവരെ പിടിപ്പിക്കുന്നുണ്ട്. ആ വേർഡ് ഉപയോഗിക്കരുത് കേട്ടോ. നീ പിടിപ്പിക്കൽ എന്നുള്ള വേർഡ്, നമ്മുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ള വേർഡ് ഒന്നും പഠിപ്പിക്കരുത്. ഇതൊക്കെ നെഗറ്റീവ്. ഈ കൺവിൻസ് അവരെ കൺവിൻസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. എനിവേ കുഴപ്പമില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ആരാണ് കമറുദ്ദീന്റെ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാല്, കമറുദ്ദീൻ 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകളാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ. 20 വയസ്സ് മുതൽ 50 വരെയുള്ള ആളുകൾ. ഓക്കെ. ഞാൻ ഓൺലൈനിലേക്ക് പോകാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നേ. 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകളാണ്. അതിൽ തന്നെ എബവ് ആവറേജ് ആയിട്ടുള്ള വരുമാനം ഉള്ള ആളുകളാണ്
പുതിയ വലിയ ഫോണുകൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോണുകളോട് താല്പര്യമുള്ള ആളുകളാണ്. ഓക്കെ, മേ ബി ഐഫോൺ ആവാം, അല്ലെങ്കിൽ വൺ പ്ലസ് ആവാം, അല്ലെങ്കിൽ ടോപ്പുള്ള അതില് ഗൂഗിൾ ഫോൺ ആവാം. മിസ്സായി പോണ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. എങ്ങനെയാണോ, അവർക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് കാര്യങ്ങളല്ലാത്തത് വേണമെന്ന് പറയുമ്പോഴാണ് ഞാൻ ആ കസ്റ്റമർ ഒഴിവാക്കാറാണ് ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ അത് പിന്നെ ബുദ്ധിമുട്ടായി വരും തോന്നുന്നതുകൊണ്ട് ഞാൻ നല്ലതാണെങ്കിൽ മാക്സിമം കസ്റ്റമർക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിന് മാത്രം കൊടുത്താൽ മതി. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അല്ലാത്തത് വരുമ്പോൾ ഞാൻ അല്ലാത്ത കസ്റ്റമറാണ് പൊതുവെ ഇതുവരെ മിസ്സായിട്ടുള്ളൂ. അല്ലാത്ത കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ നല്ലത് കൊടുത്തുകൊണ്ട് കൺവിൻസ് ചെയ്ത് കൊടുക്കലുണ്ട്. കാരണം എന്താ പറയുക, നിങ്ങളുടെ കസ്റ്റമർ ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞത് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. അതിൽ തന്നെ 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ, 35 വയസ്സ് വരെയുള്ളവരാണ്. വേണ്ട 40 എന്ന് പറയാം, 40 വയസ്സ് വരെയുള്ളവരാണ് ഏറ്റവും വലിയ കസ്റ്റമർ. ഓക്കെ, ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ആളുകളിലേക്ക് എത്തുകയും അങ്ങനത്തെ ആളുകൾ വാക്കിൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സെയിൽസ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമുക്ക് വരുന്ന സമയത്ത് അറിയാം ഇവര് നമ്മുടെ കസ്റ്റമർ ആവോ ഇല്ലേ എന്നുള്ളത്. അറിയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ആവാൻ പറ്റാത്ത ആളുകൾ ആരാണെങ്കിലും നിങ്ങൾക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. അവരോട് പൊക്കോളം പറയാം. നമ്മളെല്ലാവരോടും കച്ചവടം നടത്താൻ നിൽക്കരുത്. നിങ്ങൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഒരിക്കലും നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കരുത്. ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കരുത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക. ചീപ്പും ബെസ്റ്റും രണ്ടും കൂടി നടക്കൂല. ക്ലിയർ ആണോ? എനിക്ക് ക്ലിയർ ആയി. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇപ്പോ നമ്മളെ ഷോപ്പിൽ എന്താ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെ നമ്മളെ ഉള്ളിലൊരു എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ ഉള്ളൊരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ഇനി കുറച്ച് കുറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ക്വാളിറ്റി ഇല്ലാതാണ്. ആവറേജ് ക്വാളിറ്റി എങ്കിലും അതിന്മേൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലാത്തത് ഞാൻ ഒഴിവാക്കി. കടയിൽ നിന്നുള്ളതെല്ലാം എടുത്ത് ഒഴിവാക്കി. ഞാൻ എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം ചെയ്ത പണി അതാണ്. അപ്പോ എന്താ, കാരണം എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതിലിപ്പോ സാറ് പറഞ്ഞ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു ഡൗട്ടായിട്ടോ. കാരണം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കമ്പനിക്കാരായിട്ട് ടൈപ്പ് ആയിട്ട് ഞാൻ കുറച്ച് നല്ല സാധനം തന്നെ കുറച്ച് പ്രൈസ് മാർക്കറ്റിൽ കിട്ടണില്ലാതെ വില കുറച്ച് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അത് കുറച്ച് ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഞാൻ അതിൽ കുറച്ച് ഓഫർ ഇട്ടിട്ട്, പുറത്തൊന്നും കിട്ടാത്ത രീതിയിൽ ഓഫർ ഇട്ടിട്ട്, ഈ ചുറ്റുവട്ടത്തിൽ ഇതുവരെ കയറാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ മുമ്പ് ഉള്ളൊരു പരാതിയായിരുന്നു, വില കൂടുതലാണ് എന്നുള്ള രീതിയിൽ. അത് പൊതുവെ കസ്റ്റമർ പറയുന്ന ഒരു പരാതിയാണെങ്കിലും നമുക്കും ചിലപ്പോൾ ഇങ്ങനെ തോന്നും. കാരണം ഈ മാർക്കറ്റ് ഇവരുടെ നിന്ന് കിട്ടുന്ന വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിൽക്കുമ്പോൾ ആ വിലക്ക് വിറ്റിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റിലേറെ കുറച്ചുകൂടി പ്രൈസ് വെച്ചിട്ട് ടൈം പീരീഡ് ഇട്ടിട്ട് ഓഫർ കൊടുത്തു. അങ്ങനെ കുറച്ച് കസ്റ്റമർ നമ്മളിലേക്ക് ഇങ്ങനെ എല്ലാവരും ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ സ്ഥിരം കസ്റ്റമർ ആവും തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ സാറ് പറഞ്ഞപ്പോൾ ഇതാക്കിയ കാര്യം 20% മാത്രം. അങ്ങനെ വരുന്നവരെ ചീപ്പായിട്ട് നോക്കിയിട്ട്, ഫ്രീ നോക്കിയിട്ട്, ഓഫർ നോക്കിയിട്ടൊക്കെ വരുന്ന ആളുകളിൽ നിന്ന് ഈ അപ് ടു 20% ആളുകൾ മാത്രമേ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആവാനുള്ള ചാൻസ് ഉള്ളൂ. അതിൽ കുറച്ച് കസ്റ്റമർ കുറച്ച് വരാൻ ചാൻസ് ഉണ്ട്. ശരിയാണ് പറഞ്ഞത്. കാരണം അവര് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് എന്തൊക്കെയോ ഒരു കാരണവശാൽ മിസ്സായി. പിന്നെ നമ്മളായിട്ടൊരു ഒന്നും കൂടി ഒരു ടൈപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പൊ ഞാൻ. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എനിക്കൊരു നിങ്ങളുടെ കസ്റ്റമറിന്റെ ഒരു സ്വഭാവം മനസ്സിലായോ ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞപ്പോ? ആ കസ്റ്റമറെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾ കുറെ ആളുകളെ ഒരു പൂരപ്പറമ്പിൽ ആള് കയറ്റുന്ന പോലെ കയറ്റിയിട്ട് കാര്യമില്ല. വന്ന ആളുകൾ വാങ്ങുന്ന ആളുകളെ കയറ്റിക്ക. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ വയസ്സിന്റെ ഏജിന്റെ വ്യത്യാസമുള്ള എബോവ് ആവറേജ് ആയിട്ടുള്ള ആളുകളെ, അതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. വിദ്യാഭ്യാസം നോക്കാം, അവരുടെ ജോലി എങ്ങനത്തെ ജോലിയാണെന്ന് നോക്കാം. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം ആളുകളെല്ലാം ഒരേപോലെ ഇരിക്കും. കസ്റ്റമേഴ്സ് എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കും. അതാണ് കസ്റ്റമർ ബിഹേവിയർ. കസ്റ്റമർ പേഴ്സോണ എന്ന് പറയും. ബയർ പേഴ്സോണ എന്ന് പറയും. അത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ കമറുദ്ദീൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകുന്നേരം ഈ രാത്രി ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ കസ്റ്റമർ ആവാൻ യോഗ്യതയുള്ള ആളുകൾ ആരാണ്? നിങ്ങളുടെ കസ്റ്റമർ. നിങ്ങൾ ഭയങ്കര വാല്യൂ ഉള്ള ആളാണ്.
നിങ്ങളുടെ കസ്റ്റമർ ആണെങ്കിൽ അതിനൊരു യോഗ്യത വേണം. ആ യോഗ്യത എന്താണെന്നുള്ളതെന്ന് എഴുതി വെച്ച് നോക്കും. എന്നിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങി നോക്ക്. നിങ്ങളെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് മാറ്റം വരും. ഉം. ഓക്കെ. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ആളിലേക്ക് വരും. ഇത്ര ടൈം എടുക്കരുത് ഞാൻ പറയുന്നു, കാരണം ഒരുപാട് പേര് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാ. ഉണ്ണിൻകുട്ടി, ഓക്കെ. യെസ്, സെക്കൻഡ് പറയൂ. യെസ് സാർ. പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഹെൽത്ത് വെൽനസ് പ്രൊഡക്റ്റുകളാണ്. ഹെൽത്ത് വെൽനസ് പ്രൊഡക്റ്റ് എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ശൈലി ഇപ്പോൾ ഉള്ളത്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലിസ്റ്റിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുക, സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുമായിട്ട്, പുതിയ ആളുകളുമായിട്ട് ബന്ധപ്പെടുക, അവരിലേക്ക് ഇത് സജസ്റ്റ് ചെയ്യുക. അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ? യെസ്. ഓക്കെ. ഏത് ഏജിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കസ്റ്റമർക്ക് വരുന്നത്? കസ്റ്റമർ 20 മുതൽ 75 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. എന്താണ് ഹെൽത്ത് പ്രൊഡക്റ്റ് അല്ലേ? അതെ, അത് ജീവിതശൈലി ബുദ്ധിമുട്ടുകൾക്കുള്ള എന്റെ ചോദ്യം ഇത് ഇപ്പൊ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉള്ളവർ മുഴുവൻ ഞാൻ പറയുന്നത് കേൾക്കണേ. എന്റെ ചോദ്യം ഇതാണ്, 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പഴയ ഒരു ഉണ്ണിക്കുട്ടി ഉണ്ടല്ലോ, ഇപ്പൊ എത്ര വയസ്സായി? 52. ശരി, വയസ്സ് പറയുമ്പോൾ നാണൊക്കെ വരുന്നു. 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പഴയൊരു ഉണ്ണിക്കുട്ടി ഉണ്ടല്ലോ, നിങ്ങളുടെ മുന്നിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ വാങ്ങുമോ? ഇപ്പോ അന്നത്തെ കാലവും ഇപ്പോഴത്തെ വ്യത്യാസമുണ്ട്. ഇപ്പൊ 20 മുതലേ ഹെൽത്ത് ഇഷ്യൂസിൽ ഉണ്ട്. ശരി, ഇനി ഓക്കെ. അടുത്ത ചോദ്യം, ഞാൻ താങ്കൾക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ വേറൊരു കാര്യം പറയും. ഇത്ര നാൾക്കിടയിൽ എത്ര കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവും? ഒരു 150 ആളുകൾ വാങ്ങിയിട്ടുണ്ടാവും. ഈ 150ൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുണ്ടാവും എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും? കൂടുതലും 45 വയസ്സിന്റെയും ഒരു 75 വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകളാണ്. എത്ര പേര്? ഏകദേശം 100? ഏകദേശം 100, 120? അതായത് ടോട്ടലിന്റെ 67-70% വരുന്നത് ഈ 40 വയസ്സിന് മുകളിലവരാണ്, ആണോ? 40-45 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ യഥാർത്ഥ കസ്റ്റമറെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചത്, 40-ന്റെ 60-ന്റെ ഇടയിൽ വയസ്സുള്ള ആൾക്കാരോട് 10 പേരെ നിങ്ങൾ കിട്ടി, നിങ്ങൾ 10 പേരോട് സംസാരിച്ചാൽ 1-2 ആളോ എടുക്കാൻ ഇതുണ്ട്, ചാൻസ് ഉണ്ട്. എന്നാൽ ചിലപ്പോൾ 20-ന്റെയും 35-ന്റെ അല്ലെങ്കിൽ 20-ന്റെയും 40-ന്റെ ഇടയിൽ ജീവിതശൈലി രോഗങ്ങൾ കുറവാണ്, ഉണ്ടെന്നല്ല, ഇല്ലാന്നല്ല ഞാൻ പറയില്ല. 20-ന്റെയും 35-ന്റെയും ഇടയിൽ ആളുകളോട് സംസാരിച്ചാൽ നിങ്ങൾ 20 പേരിൽ നിന്ന് വന്ന ഒരാളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരാളായിരിക്കും വാങ്ങുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് ഈ 40-ന്റെ 60-ന്റെ ഇടയിലുള്ള ആളുകൾക്കിടയിലാണ്. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റാബേസ് ഉണ്ട് 20 മുതൽ 15 വയസ്സ് മുതൽ 70 വയസ്സ് വരെ എന്നുള്ളതിൽ എല്ലാരോടും പോയിട്ട് നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് വില ഉണ്ടാവില്ല. നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, സെയിൽസിലെ ഒരു പ്രധാന തത്വം ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് അതിലേക്ക് വരുന്നുണ്ട്, എന്നാൽ കൂടി ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഒരിക്കലും നിങ്ങൾ ആരും നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കരുത്. അത് കമറുദ്ദീനോടാണെങ്കിലും ഉണ്ണിക്കുട്ടിയോടാണെങ്കിലും ഇനി വരുന്ന ആളുകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും വിൽക്കാൻ ശ്രമിക്കരുത്. കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കലാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കലാണ് വേണ്ടത്. അപ്പോ ഈ 20 വയസ്സ് മുതൽ 35 വയസ്സുള്ളവർക്ക് നിങ്ങൾ ഒരിക്കലും വിൽക്കരുത്. അവർ വന്നോട്ടെ, വാങ്ങിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഈ 35 മുതൽ 55 അല്ലെങ്കിൽ 75 വയസ്സ് വരെയുള്ള ആളുകളായിരിക്കണം. ഓക്കെ, ശരിയാണോ? അവരെ അട്രാക്ട് ചെയ്യുന്ന, അവരുടെ ഡാറ്റാബേസിൽ മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടൂ. ബാക്കിയുള്ള ആൾക്കാർ വന്നു. ഒരു 10-15% നമ്മൾ വെറുതെ ഞാൻ പറയട്ടെ, ഈ കടലിൽ വല വീശുന്ന സമയത്ത് ചെറിയ മീൻ മുതൽ വലിയ മീനെ എല്ലാം പെടത്തേണ്ട രീതിയിലാണോ വല വീശുക? ഒരിക്കലുമല്ല. അവർ വലിയ മീനുകളെ ഉദ്ദേശിക്കുന്ന അതിന് പറ്റുന്ന വല മാത്രമേ ഇവർ വീശുള്ളൂ. ചെറുതാണെങ്കിൽ ചെറുത് മാത്രം. ചിലർ ചൂണ്ടയിടും, അവർക്ക് അങ്ങനത്തെ മീന് മാത്രം മതി. ശരിയാണോ? നിങ്ങളുടെ മുന്നിൽ വലിയ കടലുണ്ട്, പക്ഷെ എല്ലാറ്റിനെയും പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കസ്റ്റമറുടെ പേഴ്സോണ എന്ന് പറയുന്നത് 35 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ എബോവ് ആവറേജ് ആയിട്ട് നിൽക്കുന്ന സാമ്പത്തിക സ്ഥിതിയുള്ള, ഞാൻ പറയുന്നു ബിലോ ആവറേജിൽ ഒരാളും വാങ്ങില്ല. നിങ്ങളെ കുറ്റം പറയും, നിങ്ങളുടെ പ്രൊഡക്റ്റിന് വില കൂടുതലാന്ന് പറയും, ക്വാളിറ്റിയിൽ എന്ന് പറയും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കരുത്.
എബോവ് ആവറേജ് ആയിട്ടുള്ള വരുമാനമുള്ള അത് മേ ബി ഗവൺമെന്റ് ജോലിക്കാരായിരിക്കാം, സ്ഥിരമായിട്ട് ഒരു 50,000 അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ആളുകളായിരിക്കണം. ഓക്കെ, ഒരു ദിവസം 30,000 രൂപയ്ക്ക് വലുത്, ഒരു ദിവസം ഒരു മാസം 30,000 മുകളിലേക്ക് സാലറി ഉള്ള ആളുകൾ, വരുമാനമുള്ള ആളുകൾ. ഓക്കെ, ഹെൽത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ കസ്റ്റമർ വെക്കാൻ പാടും. പറയും. ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റ് സാറിന് അറിയാലോ, ഞാൻ ഇവിടെ രണ്ടും കൊടുക്കുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റും കൊടുക്കുന്നുണ്ട്, ഈ അവസരവും കൊടുക്കുന്നുണ്ട്. അപ്പൊ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം ഇപ്പൊ പറയുന്നത്, മറ്റേ പ്രൊഡക്റ്റ് വേറെ, ഓരോ പ്രൊഡക്റ്റിനും കസ്റ്റമർ വേറെയാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ബിസിനസ് 21 എന്ന് പറയുന്ന ഈ 21 ഡേയ്സ് ചലഞ്ചിൽ വരുന്ന കസ്റ്റമറും എന്റെ മറ്റേ ബിസിനസ് ബഡി എന്ന് പറയുന്ന കസ്റ്റമറും രണ്ടാണ്. അതിന്റെ മനസ്സിലായോ? രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഞാൻ മാർക്കറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ ആരാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, അതിനുള്ള കസ്റ്റമറെ കണ്ടുപിടിക്കുക, അതിനനുസരിച്ചിട്ട് മാത്രം അതിനെ മാർക്കറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ വീണ്ടും, എല്ലായിടത്തും കൊണ്ടേ വില വീശരുത്. അത് ഇത് ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിലുള്ള എല്ലാവരോടും കൂടി ഇടാം. ഞാൻ ഉണ്ണിക്കുട്ടി എന്ന് പറയുന്ന ആളോട് മാത്രമല്ല, കാരണം ഞാൻ കണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരോടും പറയും, പാവങ്ങളോടും പണക്കാരോടും പറയും. നമ്മൾ വിചാരിക്കുന്നതായിരിക്കും ഇതൊക്കെ ആളുകൾ വാങ്ങണം, ഇല്ല, ഒരിക്കലും വാങ്ങില്ല. ആളുകൾ വാങ്ങണമെങ്കിൽ അവൻ ഒരു 30,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള, അതാണ് ഏറ്റവും എക്സാക്ട് കസ്റ്റമർ. 30,000 രൂപയ്ക്ക് ശമ്പളമുള്ള, ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ഉള്ള, അല്ലെങ്കിൽ ആരോഗ്യം ഓൾറെഡി പ്രശ്നമുള്ള അവരാണ് വാങ്ങുക. ഒരിക്കലും അവർക്ക് സെല്ല് ചെയ്യരുത്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എന്താ വ്യത്യാസം? എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒരിക്കലും വാങ്ങിപ്പിക്കരുത്, പക്ഷെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവർ വന്ന് വാങ്ങിക്കോളൂ. അതെങ്ങനെയെന്നൊക്കെ പറഞ്ഞുതരാം. കസ്റ്റമർ ഏകദേശം എങ്ങനെയുള്ള ഐഡിയ കിട്ടിയോ? അവർക്ക് മാത്രമേ നമ്മൾ മത്തിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ മത്തി മാത്രമേ പിടിക്കാൻ പാടൂ. നമ്മളപ്പോ തിമിംഗലത്തിനെ പിടിക്കാൻ പോകരുത്. അപ്പൊ തിമിംഗലം കിട്ടിയത് നല്ലതാണെന്ന് വിചാരിക്കരുത്. മത്തിയാണ് ടാർഗറ്റിങ്, മത്തി. ഞാനിപ്പോ ഇവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു 10 കോടി രൂപ വരുമാനമുള്ള അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. എനിക്കറിയാം ഇവിടെ വരുന്നവർ ഒന്നിന്റെ 1 രൂപ മുതൽ 1 കോടി രൂപ വരെ കച്ചവടം ആൾക്കാരായിരിക്കും എനിക്കറിയാം. മാക്സിമം പോയ അതിൽ തന്നെ ഒരു 10% ആയിരിക്കും ചിലപ്പോൾ ഒരു 75 ലക്ഷത്തിന് മുകളിൽ, ഒരു 50 ലക്ഷത്തിന് മുകളിൽ, പകക്കെ അതിന് താഴെയുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള ആളുകൾ കൂടി കുറവായിരിക്കും. എനിക്കറിയാം. ക്ലിയർ ആയോ? അവർക്കാണ് ഞാൻ ഈ പ്രോഗ്രാം നടത്തുന്നത്. ദിസ് ഇസ് മൈ കസ്റ്റമർ. ശരിയല്ലേ? ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇനി അടുത്തത് സ്ട്രാറ്റജീസ്. ഇതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജീസിനെ നമ്മൾ കണ്ടുണ്ടാക്കും. അത് നമ്മൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മുടെ കസ്റ്റമർ ആരാണ് തിരിച്ചിട്ടുണ്ട്. യെസ്, അടുത്തത് ആരായിരുന്നു? സുബിത പറയൂ. സുബിത ഓക്കെ അല്ലേ? ഉണ്ണിക്കുട്ടി കുഴപ്പമില്ലേ? ഓക്കെ അല്ലേ? ഐഡിയ കിട്ടിയില്ലേ? ഉണ്ണിക്കുട്ടി ഐഡിയ കിട്ടിയില്ലേ? ശരി ഓക്കെ. സുബിത വരും. സാർ, ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോസറി ഐറ്റംസ് ഉണ്ട്, വെൽനസ് പ്രൊഡക്റ്റ് ഉണ്ട്, ഗോൾഡ്, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും ഉള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെല് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രൊഡക്റ്റാണ്? ഞങ്ങൾക്ക് നമ്മുടെ ഗ്രോസറി ഐറ്റംസ്, അതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യണ നമുക്ക് ഡിഷ് വാഷ്, അതുപോലെ പേസ്റ്റ്, അങ്ങനെയുള്ള സാധാരണ പ്രൊഡക്റ്റുകളാണ്. വൺ ടൈം പർച്ചേസ് ആണ് ഇതിലുള്ളൂ. വൺ ടൈം പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ വീണ്ടും വാങ്ങണ്ടേ? അല്ല, നമ്മൾ ഓരോ പാർട്ട്നേഴ്സിനും നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൺ ടൈം പർച്ചേസ് മാത്രമേ ഉള്ളൂ. ഒരു 100 SV പർച്ചേസ്. അപ്പൊ അതിൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അത് നമ്മൾ പ്രൊഡക്റ്റിനനുസരിച്ച് ഉണ്ടാവും. നമ്മളിപ്പോ വെൽനസ് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10,000, 24,000, 22,000. ഗ്രോസറീസ് എടുക്കുകയാണെങ്കിൽ 100 SVക്ക് എത്ര രൂപ? 40, 50, 60, ഒരു 70 ആ ഒരു റേഞ്ചിൽ വരും. ഗ്രോസറി മാത്രം എടുക്കുകയാണെങ്കിൽ ഗ്രോസറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കടുക് അല്ലെങ്കിൽ പയറ്, റൈസ്, അതൊക്കെ ഓക്കെ. അതൊക്കെ ഗ്രോസറി എനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ 50,000 എന്ന ഫിഗർ ആണോ പറയുന്നത് സുബിത? ഒരു 70, 60, 70 ആ ഒരു റേഞ്ചിൽ എന്തായാലും വരും. ശരി, 60,000 നമ്മൾ ഉറപ്പിക്കണം. 60,000 ആവറേജ് ഉറപ്പിക്കണം.
ഓക്കെ, ഓക്കെ 60,000 ഒരു വൺ ടൈം പർച്ചേസ് ആണ് നടത്തേണ്ടത്. അതെ. അല്ലേ? അതെ. സുബിതയ്ക്ക് ഇത്രയും കാലം എത്ര കാലമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു വർഷമായിട്ടുണ്ട്. ശരി, ഓക്കെ. എത്ര പേര് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വൺ ടൈം പർച്ചേസ് ചെയ്യിപ്പിച്ചു? ഞങ്ങള് ഒരു 10-40 പേരെ ആയിട്ടുള്ളൂ. നിങ്ങൾ എത്ര പേരെ യോജിപ്പിച്ചു? ഞങ്ങളല്ല, നിങ്ങൾ. ഞാനൊരു 15-16ഓളം പേരെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ്. നിങ്ങൾ ഇപ്പോ ആരെയാണ് ഈ പറയുന്നതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? നമ്മൾ സാധാരണ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, ഇൻകം ഏൺ ചെയ്യണം, അവർക്കൊരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഞാനൊരു ഇങ്ങനെ കാര്യം വ്യക്തികളെയാണ് ചോദിച്ചോട്ടെ. ഇപ്പൊ എടുക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ ഇവിടെ ജുഹൈന എന്ന് പറയുന്ന ആളിരിപ്പുണ്ട്. ഓക്കെ, പുള്ളിക്കാരി ഒരു വീട്ടമ്മയാണ്. പുള്ളിക്കാരുടെ മുന്നിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിനെ സെല് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമോ? പുള്ളിക്കാരുടെ മുന്നിൽ ഞാൻ പറയും, ഞാൻ നിങ്ങൾക്കൊരു വൺ ടൈം വീട്ടിലേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് അവസരമാണ് ഞാൻ ഇവിടെ നൽകുന്നത് എന്ന് പറയും. അപ്പൊ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പൊ നമുക്കൊരു സ്റ്റോറിലേക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് നെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കസ്റ്റമർ, ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മൾ ഈ ബിസിനസ് അവസരം നമ്മൾ ഷെയർ ചെയ്യാണ്. ഇവിടെ വെറും ബിസിനസ് പ്രൊമോഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്. പിന്നെ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ഓക്കെ, ഉസ്താദ് ഹോട്ടൽ പറഞ്ഞ സിനിമയില് മറ്റേ തിലകൻ ചോദിക്കുമ്പോൾ തിരിച്ചൊന്ന് ചിന്തിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോ ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്നറിയോ? നിങ്ങൾ നല്ല നിങ്ങളുടെ കമ്പനിയിൽ ഏതാ കമ്പനി എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ അബദ്ധമാണ് ഞാൻ പറഞ്ഞുതരുന്നത്. നിങ്ങൾ ആക്ച്വലി ഗ്രോസറി സാധനങ്ങൾ വാങ്ങിപ്പിക്കാനാണ് ശ്രമിപ്പിക്കുന്നത്. ആളുകളോട് പറയുന്നത് നിങ്ങൾ 50,000 രൂപയുടെ ഗ്രോസറി സാധനങ്ങൾ, കടുക്, മുളക്, പപ്പടം പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ 50,000 രൂപയ്ക്ക് വാങ്ങണമെന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സുബിതയോട് ഞാൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് ഒരു 50,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കോളൂ, നിങ്ങൾക്ക് നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാ പറഞ്ഞാൽ സുബിത വാങ്ങുമോ? ഇല്ല സാർ, തീർച്ചയായും അങ്ങനെയല്ല. നമ്മൾ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം, അപ്പൊ നമുക്ക് ഹെൽത്തിന് ആയിക്കോട്ടെ, എനിക്ക് ചോദ്യം മനസ്സിലായി. ഞാൻ അതിക്ക് നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഗ്രോസറി ആണ് വേണ്ടത്. ആ ഗ്രോസറി വാങ്ങാൻ നിങ്ങൾ 50,000 രൂപയ്ക്ക് വാങ്ങണം എന്ന് പറയും. 50,000 അല്ലെങ്കിൽ 25,000 രൂപയുടെ വെൽത്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് എന്തായിക്കോട്ടെ, നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഈ സാധനം വാങ്ങണം പറഞ്ഞു കഴിഞ്ഞാൽ സുബിതയെ സംബന്ധിച്ചുള്ള സുബിത വാങ്ങുമോ? ഞാൻ ആദ്യം ഇതുപോലെ ഇതിൽ ജോയിൻ ചെയ്യാൻ കുറച്ചൊരു മടി കാണിച്ചൊരു വ്യക്തി തന്നെയാണ്. പിന്നീട് ബിസിനസ് അവസരം മനസ്സിലാക്കിയപ്പോൾ അതിലൊരു 6 തരത്തിലുള്ള വരുമാനം ഉണ്ടെന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് സ്വീകരിക്കാൻ തയ്യാറായത്. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന അബദ്ധം അതാണ്. ഒരു കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ, എന്തുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ കുറെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യരുത്. ഇവിടെ ഗ്രോസറി സെല്ല് ചെയ്യരുത്, വെൽത്ത്നെസ് സെല്ല് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയാണ്, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഒരു ബിസിനസ്, നിങ്ങളുടെ ജീവിത വരുമാനം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഭാഗത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടമില്ല. 1 രൂപ പോലും നഷ്ടമില്ല. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം, നിങ്ങൾക്കൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാം. അത് വെൽത്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും വേണ്ടില്ല, ഗ്രോസറി പ്രൊഡക്റ്റ് ആണെങ്കിലും വേണ്ടില്ല. മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ബിസിനസ്സും അവരുടെ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ഇൻകവും അവർ ജോലി ചെയ്യേണ്ട കാര്യവുമായിരിക്കണം. ഗ്രോസറി ആയിരിക്കരുത്, വെൽത്ത് പ്രൊഡക്റ്റ് ആയിരിക്കരുത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ആണെങ്കിലും ആ പ്രൊഡക്റ്റ് ആയിരിക്കരുത്. ഹെൽത്ത് അല്ല, ഹെൽത്ത്. അതാ ഞാൻ പറഞ്ഞ തിലകൻ ചിന്തിക്കുന്നത് പറഞ്ഞ പോലെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കുന്നു പറയും. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം, യു ആർ സെല്ലിങ് പ്രോഡക്ട്സ്, ഡോണ്ട് സെൽ ദാറ്റ്, സെൽ ദ ഓപ്പർച്യൂണിറ്റി. ഒരാൾക്ക് വളരാൻ. ഇപ്പൊ ജുഹൈനോട് പറയാണ് 60,000 രൂപയ്ക്ക് നീ സാധനങ്ങൾ വാങ്ങുന്നത് പറഞ്ഞ ജുഹൈന പറയും 5,000 രൂപയ്ക്ക് ഞാൻ മാസം വാങ്ങുന്നുണ്ട്, അത് എന്തിനാ ഞാൻ 60,000 രൂപയ്ക്ക് വാങ്ങുന്നത്? എന്നാൽ ജുഹൈനോട് പറയാണ്, നിനക്കൊരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിനക്ക് മന്ത്ലി വരുമാനം, ഡെയിലി വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ തരാം, അതിനുള്ള കാര്യങ്ങൾ ഞാൻ തരാം. പക്ഷെ 1 രൂപ നിങ്ങൾക്ക് നഷ്ടമില്ല. എത്ര രൂപയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം. അതിൽ നിങ്ങൾക്ക് ഗ്രോസറി ഉണ്ടായിരിക്കും, ഹെൽത്ത് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, എന്തുണ്ടായിരിക്കാം, അത് നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറയുന്ന സമയത്ത് മാറും. അപ്പൊ കസ്റ്റമറുടെ സ്വഭാവം മാറി. മറ്റേത് വീട്ടമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നവരാ വാങ്ങുക. ഇവിടെ അങ്ങനെയല്ല. ബിസിനസ് നോക്കുന്ന, ഓപ്പർച്യൂണിറ്റി നോക്കുന്ന, വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്ന, ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകൾക്ക്
നിങ്ങളുടെ പ്രൊജക്റ്റിനെ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പോയിന്റ് മനസ്സിലായോ? സുബിത് ഇത്രയും കാലം ഓക്കെ സാർ. ചെയ്തുകൊണ്ടിരുന്ന നേരെ ഓപ്പോസിറ്റ് അല്ലേ? അല്ലേ? അതെ അതെ അതെ. കസ്റ്റമർ മാറി. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വെറുതെ വീട്ടമ്മമാരുടെ പോയിട്ട് ഗ്രോസറി വാങ്ങാൻ. വീട്ടമ്മമാരെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരാളെ സമീപിക്കേണ്ടത് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ, എന്നാൽ സപ്പോർട്ട് ഒന്നും അറിയാത്ത, പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ചിന്തിക്കുന്ന ആളുകളോട് അവരുടെ സെയിൽസ് ആക്ടിവിറ്റികൾ കൂട്ടി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളോട് മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക. എല്ലാവരെയും പോയിട്ട് സെല്ല് ചെയ്തിട്ട് കാര്യമില്ല. കാണുന്നവർ മുഴുവൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നവരാണെന്ന് വിചാരിക്കരുത്. എക്സാക്ട്ലി വന്നിട്ട് എന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വാങ്ങാൻ പറഞ്ഞ് ഞാൻ വാങ്ങില്ല. കാരണം എന്താ? നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ എത്രയോ ഇരട്ടി വരുമാനം എനിക്ക് ഓൾറെഡി ഉണ്ട്. എനിക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ട്, ഞാൻ വാങ്ങില്ല. പക്ഷേ ഒരു ചെറിയ വരുമാനം, മേ ബി ഒരു മാസം ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് വളരെ നന്നായിരിക്കും. അതായിരിക്കണം. പ്രൊഡക്റ്റ് അല്ല അവിടെ വിൽക്കേണ്ടത്, ഓപ്പർച്യൂണിറ്റിയാണ് വിൽക്കേണ്ടത്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അത് നോക്കുന്ന കസ്റ്റമേഴ്സിനെ മാത്രമേ നിങ്ങളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക 25 വയസ്സ് കഴിഞ്ഞ ഒരു 40 വയസ്സിനുള്ളിലാവുന്ന പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആവറേജ്, ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ഫാമിലിയിലുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ നിങ്ങളുടെ സർവീസോ എടുക്കാൻ താല്പര്യമുള്ളവർ. അവരുടെ അടുത്ത് മാത്രം മാക്സിമം നിങ്ങളുടെ BOP നടത്തുക. BOP എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലെ? ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം. ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം നിങ്ങൾ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നിങ്ങൾ നടത്തണം. അപ്പൊ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ഇനി ഈ പറഞ്ഞ 16 പേര് നിങ്ങൾ എടുത്തോ. ഈ 16 പേർക്കും ഒരേ സ്വഭാവം ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റിലെ ആ ഏജ് ബാറിലുള്ള ആളുകളായിരിക്കും, സ്ത്രീകളായിരിക്കും കൂടുതൽ. എത്ര പേരുണ്ട് ഇതിൽ 16 സ്ത്രീകളായിട്ട്? അതെ, സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. 100%. എന്താ അറിയില്ല, സാറ് കറക്റ്റേ പറയാറുള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണോ അങ്ങനെ അടുത്തുള്ള ആളുകളുടെ അടുത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വെറുതെ വഴി പോകുന്ന ആളുകളോട് മുഴുവനെ കഥ പറഞ്ഞ് സമയം കളയരുത്. നമുക്ക് സമയത്തിന് ഭയങ്കര വിലയുള്ള ആളുകളാണ്. അങ്ങനെ ചെയ്യണില്ല. പക്ഷെ സാറ് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് എന്റെ പോയിന്റ് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഇത് ചെയ്യണത് എന്ന് പറഞ്ഞപ്പോ തന്നെ സാറ് അന്നത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബും ചെയ്യരുത് എന്ന്. അപ്പൊ അത് എനിക്ക് പോയിന്റ് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ വേറൊരു ബിസിനസ്സും ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഇതിനൊരു ജോലി ആയിട്ടാ കാണുന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആണ് നിങ്ങൾ ഇത് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളതൊരു പാർട്ട് ടൈം ആയിട്ടാണ്, ഒരു മിനിറ്റ്, പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂറോ 3 മണിക്കൂറോ ആണോ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളത് ബിസിനസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. രാത്രി 11:30 മണിക്കും 12 മണിക്കും മെസ്സേജ് കിട്ടും. അനീഷ് ഇന്നലെ രാത്രി എനിക്ക് വേണ്ടി 11 മണിക്ക് മെസ്സേജ് അയച്ചപ്പോൾ തിരിച്ച് ഞാൻ മെസ്സേജ് വിളിക്കാൻ വിട്ടുപോയ തിരക്കിലാണ്. അതുകൊണ്ട് കേട്ടോ ഞാൻ തിരിച്ചു വിളിക്കാം അനീഷ എന്ന് പറഞ്ഞു. ബിക്കോസ് ഐ ആം കൺസിഡറിങ് ഇറ്റ് ആസ് എ ബിസിനസ്. ഞാനൊരു ടീച്ചർ അല്ല. ടീച്ചർ ആണെങ്കിൽ 5 മണിക്ക് ബെല്ലടിക്കുമ്പോൾ പരിധി നിർത്തി. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ്, കാരണം അവർ ടീച്ചറായിരുന്നു. എന്റെ പരിപാടി എല്ലാവരും വർക്ക് നിർത്തുന്ന സമയത്ത് എന്റെ പ്രോഗ്രാം 6 to 7 ആണ് എന്റെ പ്രോഗ്രാം. രാവിലെ എല്ലാവരും കിടന്നുറങ്ങും. 9 to 10 വീട്ടിലെ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എന്റെ അടുത്ത പ്രോഗ്രാം. ബിക്കോസ് ദിസ് ഇസ് മൈ ബിസിനസ്. 24 മണിക്കൂറുമായി ഞാൻ ഉണർന്നിട്ടായിരിക്കും. ഉണർന്നിട്ട് പറഞ്ഞ ഉറങ്ങില്ല എന്നല്ല, ഐ കൺസിഡർ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഡീൽ ആസ് എ ബിസിനസ്. നിങ്ങൾ ബിസിനസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും ജോലിയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്ന വരുമാനവും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ബിസിനസ് മോശമാണെങ്കിൽ അതിന് കാരണം യു ആർ നോട്ട് സീരിയസ് ഓഫ് ബിസിനസ്. പോയിന്റ് മനസ്സിലായോ? തീർച്ചയായും സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത ആളാരായിരുന്നു നമ്മുടെ? ഇനി ആർക്കാ വേണ്ടത്? വേഗം പറഞ്ഞു. ആരാ? വിനോദ് ലൈനിലുണ്ടോ? വിനോദ് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ? ഓപ്പൺ ചെയ്യും. യെസ്, വിനോദ് പറയൂ. വിനോദ്, എന്താ പ്രൊഡക്റ്റ്, എങ്ങനെയാണ് കാര്യങ്ങൾ പറയും? നമ്മള് ഫുഡ് പ്രൊഡക്റ്റ് ആണ്. ഒരു 11 വർഷമായിട്ട് ചെയ്യുന്നു. നമുക്കൊരു 100-ലധികം പ്രൊഡക്റ്റ് ഉണ്ട്. ശരി, 100-ലധികം പ്രൊഡക്റ്റ് അവിടെ നിൽക്കട്ടെ. ഏറ്റവും കൂടുതൽ വിറ്റ് പോണ 5 പ്രൊഡക്റ്റ് പറ. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ലേഹ്യങ്ങളാണ്. ലേഹ്യങ്ങളാണ്, അതായത് നമ്മുടെ ജ്യോതിഷ് പ്രതി പോലെയുള്ള അങ്ങനത്തെ ലേഹ്യങ്ങളാണോ പറയണത്? ആയുർവേദ ലേഹ്യങ്ങൾ, നെല്ലിക്ക ലേഹ്യം, ഈന്തപ്പഴ ലേഹ്യം. ശരി, ഓക്കെ, ശരി. നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് പലഹാരങ്ങളും പോകുന്നുണ്ട്. പക്ഷെ
ഏറ്റവും കൂടുതൽ നടക്കട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ 5 എണ്ണം, ഏറ്റവും കൂടുതൽ പോണ 5 പ്രൊഡക്റ്റ്, ബാക്കി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതാ? ഈ പറഞ്ഞ ലേഹ്യങ്ങളാണ് പോകുന്നത് അല്ലേ? അതെ 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 ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ലേഹ്യങ്ങൾ വാങ്ങുന്നവരാരാണ്? കൂടുതലും ലേഡീസ് ആണ്, സ്ത്രീകളാണ്. ഏത് വയസ്സ്? അവര് എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 45 ടു അങ്ങനെ വരിക. ഡെലിവറി ഒക്കെ 30 വയസ്സ് തീരും. അതെ 30 അതിന് മേലേക്കുള്ള ആൾക്കാർ, അതായത് ഒരു 50. 25-30. അതെ 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 എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ പറഞ്ഞത് കറക്റ്റാ. 45, 25 വയസ്സുള്ള സ്ത്രീകൾ അത് വാങ്ങൂല. അവരുടെ അമ്മമാരായിരിക്കും മിക്കവാറും വാങ്ങുന്നത്. അതെ 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 ശരിയാണോ? അതെ അപ്പൊ 35 വയസ്സിന് മുകളിലുള്ള 50 വയസ്സിന് അല്ലെങ്കിൽ 55 വയസ്സിലുള്ള ആളുകളാണ് ഇത് വാങ്ങുക. ശരിയാണോ? അതെ അതെ ഓക്കെ, അതാണ് വയസ്സ്, ഏജ്. ലേഡീസ് ആണ്. ഏത് ഏരിയയിലുള്ള ആളുകളാണ് വാങ്ങുന്നത്? നമുക്കിപ്പോ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്. നമുക്ക് അല്പം പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതുകൊണ്ട് തന്നെ അല്പം പ്രീമിയം കസ്റ്റമറാണ് ഉള്ളത്. ഓക്കെ, പ്രീമിയം. അതെ 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 എത്ര രൂപ വില വരുന്നുണ്ട്? എത്ര രൂപ വില വരുന്നുണ്ട് ഇപ്പൊ സംഭവത്തിന്? ലേഹ്യ ഇപ്പോ പിന്നെ 1800-2000 രൂപയാണ് ഒരു കിലോയ്ക്ക് വരിക. അപ്പൊ എന്താ, സ്വാഭാവികമായിട്ടും നല്ല പ്രീമിയം ആയിട്ടുള്ള ഏകദേശം 30,000 രൂപ ആവറേജ് ശമ്പളത്തിന് മുകളിലുള്ള ആളുകളാണ് ഇത് ഉപയോഗിക്കുക, ആണോ? അതെ 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 ഗവൺമെന്റ് ജോലിക്കാര്, ബിസിനസ്സുകാര്, പ്രൈവറ്റ് ജോലിയിൽ തന്നെ നല്ല പോസ്റ്റ് ഇരിക്കുന്ന അങ്ങനത്തെ ആളുകൾ, അതെ 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 അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ ഭാര്യമാർ. യെസ് യെസ് എക്സാക്ട്ലി. അപ്പൊ അവരെ കണ്ടുപിടിക്കുക. അവർക്കുള്ള, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ്, ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളെ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യത്തിന്റെ കാര്യമില്ല, ഫേസ്ബുക്കിൽ കൊണ്ടേ പരസ്യം. യെസ് മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസ് പോലുള്ള സ്ഥലങ്ങൾ കൊണ്ടുകൊണ്ടാണോ നിങ്ങൾ പരസ്യം? അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ മാത്രമായിട്ട് പരസ്യം ചെയ്യാൻ പറ്റും ഓൺലൈൻ ബിസിനസ്സിൽ. കാരണം നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഏറ്റവും ആളുകൾ മുഴുവൻ ഫേസ്ബുക്കിലായിരിക്കും ഉണ്ടാവുക. സെയ്ദിക്കാക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? സെയ്ദിക്ക ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഞാൻ അൺമ്യൂട്ട് ചെയ്തുതരാം, ഞാൻ ചെയ്തുതരാം, അൺമ്യൂട്ട് ചെയ്തുതരാം. അത് പറയൂ സെയ്ദിക്ക, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? കേട്ടില്ല. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? ഫേസ്ബുക്കോ? അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ? അത്രേ ഉള്ളൂ. കിട്ടും, ആൻസർ കിട്ടി. എത്ര ഉള്ളൂ? അതായത് 45 വയസ്സിന് താഴെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാമോ അതിന് മുകളിൽ ഉപയോഗിക്കുന്നവർ ഫേസ്ബുക്കുമാണ്. കാരണം അവരുടെ കംഫർട്ട്നെസ് അതാണ്. മനസ്സിലായോ വിനോദ്? അപ്പൊ നിങ്ങളുടെ പരസ്യം പോകുന്നത് ആ രീതിയിലാണ്. അത് എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ, സംസാരിക്കാൻ, കുഴപ്പമില്ല. ഇതാണ് രീതി. പക്ഷെ നമുക്കിപ്പോ വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പുതിയ കസ്റ്റമറെ നമുക്ക് റെഫറൻസ് ആണ് കൂടുതലും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ ടൈപ്പ് കസ്റ്റമേഴ്സിനെ കൊണ്ട് ഞാൻ പറഞ്ഞ, ആദ്യം നിങ്ങൾ കസ്റ്റമറുടെ സ്വഭാവം തീരുമാനിച്ചു വെക്കണം. എങ്ങനത്തെ കസ്റ്റമറാണ് വരുന്നതെന്ന് തീരുമാനിക്കണം. എന്നിട്ട് നമ്മൾ അവരെ കൊണ്ടുവരാനുള്ള പല വിധത്തിലുള്ള സ്ട്രാറ്റജികൾ, മാർക്കറ്റിംഗ്, സെയിൽസ് സ്ട്രാറ്റജികളൊക്കെ നമ്മൾ ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ ഡെയിലി ഉണ്ടാക്കി പോകും അങ്ങോട്ട്. ഇപ്പൊ ഞാൻ കമറുദ്ദീനോട് പറഞ്ഞിട്ടില്ല, കമറുദ്ദീനെ താൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആള് വരുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകും. ഞാൻ സുബിതയോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ആള് വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ആളുകളെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ഉണ്ണിക്കുട്ടിയോട് അതേ പറഞ്ഞിട്ടുള്ളൂ. അതെ, അതേപോലെ തന്നെ നമുക്ക് റീടെൻഷൻ, അതായത് നമുക്ക് അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പോരെ? ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ഒന്നും കൂടി പറയണം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നാളത്തേക്ക് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് 5 ടൈപ്പ് കസ്റ്റമർ ഉള്ളത്. ആദ്യത്തെ കസ്റ്റമർ ന്യൂ കസ്റ്റമർ, പുതിയ കസ്റ്റമർ. രണ്ടാമത്തത് റിപ്പീറ്റഡ് കസ്റ്റമർ. ഓക്കെ, 1 വട്ടം 2 വട്ടം 3 വട്ടം വാങ്ങുന്നവര്. മൂന്നാമത്തെ കസ്റ്റമർ ക്ലൈന്റ് ആണ്. ക്ലൈന്റ് അതായത് 3-ൽ കൂടുതൽ അല്ലെങ്കിൽ 4-ൽ കൂടുതൽ വട്ടം നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നു എന്ന് പറയുന്നത് 1 ആളുകൾ, ക്ലൈന്റ്. 5-മത്തെ പേര് അഡ്വക്കേറ്റ് എന്ന് പറയും. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വാദിക്കും. അഡ്വക്കേറ്റ് ആരാ? വക്കീല്, അല്ലെ? വക്കീലിന്റെ പണി എന്താ? നമുക്ക് വേണ്ടി വാദിക്കും. അതുപോലെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വാദിക്കും. നിങ്ങളെ കമറുദ്ദീന്റെ മൊബൈൽ ഷോപ്പ് പോയിക്കോ, അവിടെ നല്ലതായിട്ട് കിട്ടും, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അതാണ് അഡ്വക്കേറ്റ്. 5-മത്തത് അംബാസഡറാണ്. അംബാസഡർ പറഞ്ഞു കഴിഞ്ഞാൽ ജുഹൈന എന്നൊക്കെ പറഞ്ഞ എന്റെ അംബാസഡറാണ്. എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നേക്കാൾ കൂടുതലായിട്ട് ജുഹൈന സംസാരിക്കും. എന്റെ ആദ്യത്തെ അംബാസഡർ നിഷ സദാശിവനും. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കണേക്കാൾ നന്നായിട്ട് നിഷ സദാശിവൻ സംസാരിക്കും, ജുഹൈന സംസാരിക്കും, സിറാജ് സംസാരിക്കും. കാരണം എന്താ? അവരൊക്കെ എന്റെ അംബാസഡേഴ്സ്. ബേസിക്കലി
മനസ്സിലായോ? ഈ 5 ടൈപ്പ് കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കട്ടെ. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട. മറ്റേ എന്റെ അച്ഛൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്ഷമിക്കൂ രാമപട്ടരെ, വരുന്നു പപ്പടക്കോട്ട, വരും. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. കസ്റ്റമർ ഇപ്പൊ ഏത് ടൈപ്പ് കസ്റ്റമറാണ് ഒന്നുകൂടെ പറയാമോ? വരുന്നത്? എങ്ങനെയാടാ? 5 ടൈപ്പ് ഒന്നുകൂടെ പറയോ? ഓ, ഉറപ്പായിട്ടും. ന്യൂ കസ്റ്റമർ, റിപ്പീറ്റഡ് കസ്റ്റമർ, ക്ലൈന്റ്, അഡ്വക്കേറ്റ്, അംബാസഡർ. ഓക്കെ, സെറ്റല്ലേ സുരജ്? ഓക്കെ ഓക്കെ. ശരി, ഓക്കെ. അപ്പൊ അതാണ് ഈ പറയുന്ന സംഭവങ്ങൾ. അപ്പൊ ബേസിക്കലി നമ്മൾ വിനോദിന്റെ കസ്റ്റമർ, ഓരോ ലേഹ്യം വാങ്ങുന്ന കസ്റ്റമർ ആരാണ്, നിങ്ങളുടെ ഉണ്ണിയപ്പം വാങ്ങുന്ന കസ്റ്റമർ ആരാണ്, നിങ്ങളത് ഓരോ കസ്റ്റമറും വാങ്ങിയിട്ട് അവർക്ക് മാത്രം നിങ്ങൾ വിൽക്കുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഐഫോൺ പ്രോ മാക്സ് വാങ്ങുന്ന ആരാണെന്നുള്ളത് കമറുദ്ദീൻ അറിഞ്ഞ അവരെ പോലെയുള്ള ആളുകൾക്ക് മാത്രം വിറ്റാൽ മതി. എന്നാൽ ഐഫോൺ വാങ്ങുന്ന ആളുകൾ ആരാണ്, ഐഫോൺ ഞാൻ പറയുന്നത് ഇപ്പൊ 15 അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 17 ആരാണെന്ന്, അത് വേറെ ടീമാണ്. പ്രോ മാക്സ് വാങ്ങുന്നത് വേറെ ടീമാണ്, പ്രോ വാങ്ങുന്നത് വേറെ ടീമാണ്. ആണോ കമറുദ്ദീൻ? യെസ്, അതാണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ നമ്മൾ വിൽക്കേണ്ടത് അവിടെ മാത്രം കൊടുക്കുക. ഓക്കെ, ശരി. അഞ്ചാമത്തെ ഒരാൾ കൂടി കാണുന്നുണ്ട്, ഒരാൾ കൂടി നമുക്ക് വേണേൽ സംസാരിക്കാം. ആരാ? എന്നിട്ട് ഞാൻ ഇതിന്റെ പോയിന്റ് പറയാം. 1 മണിക്കൂറായി സമയം കേട്ടോ. ഇതിൽ കുറെ കാര്യം. പ്രേമ കണക്ട് ചെയ്യുന്നു. പ്രേമണോ ദേവി? ഹസീന, ഹസീന. ഹസീനുണ്ട്. ഹസീനുണ്ട്. ഹസീന പറഞ്ഞു. യെസ്, ഹസീന പറയും. ഹസീനയുടെ പ്രൊഡക്റ്റുകൾ പറഞ്ഞു. സാർ ഞാൻ ആദ്യം ഇന്ന് ഫസ്റ്റ് ആയിട്ടാണ് ക്ലാസ് കയറുന്നത്. ഓ, എനിക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാനല്ല, സർവീസ് ആണ് ഞാൻ കൊടുക്കുന്നത്. എന്ത് സർവീസാണ്? ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ആണ്. കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടണം. അതെങ്ങനെ എന്റെ വർക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം, എങ്ങനെ പ്രീമിയം കസ്റ്റമറെ കണ്ടെത്താം ഓക്കെ. എന്നൊക്കെ അറിയണം. നിങ്ങളുടെ സർവീസിന്റെ റേറ്റ് എത്രയാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം 6 തീരുമാനിച്ചത്. 6 എന്ന് പറഞ്ഞാൽ 6000, അത് 60000, അത് 6 ലക്ഷം. 6000. 6000. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ബ്രൈഡൽ മേക്കപ്പ് അല്ലേ? അതെ. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ 6000 രൂപയ്ക്ക് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ, ആർട്ടിസ്റ്റ് ആണോ അതോ കസ്റ്റമർ ആണോ? കസ്റ്റമർ. മനസ്സിലായില്ല. ഏത് കാറ്റഗറി ഓഫ് ആളുകളാണ് 6000 രൂപയ്ക്ക് ഇപ്പൊ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക? അതായത് ഇപ്പൊ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തമായിട്ട് ഇൻകം ഇല്ലാതെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് മേക്കപ്പ് ചെയ്യണം, കല്യാണത്തിന് ഒരുങ്ങണം, എന്നാൽ അവരുടെ കയ്യിൽ ഇൻകം ഒന്നുമില്ല. അപ്പൊ അതായത് ജോലി ഇല്ലാത്ത ഒരു 20 വയസ്സിന്റെ 25 വയസ്സിന്റെ ഇടയിലുള്ള പെൺകുട്ടികളാണോ, അല്ലെങ്കിൽ 20 30 28 വയസ്സിന്റെ ഇടയിലുള്ള പെൺകുട്ടികൾ? അല്ല, ഒരു 18 to 22 ആ ഒരു ഏജിലുള്ള കുട്ടികൾ. എവിടെ താങ്കളുടെ സ്ഥലം എവിടെയാണ് സീനയുടെ? വയനാട്. അപ്പൊ ഓർക്ക് 18 വയസ്സ്, മനസ്സിലായി. ഞാനൊരു എറണാകുളം തൃശ്ശൂരൊക്കെ കൂട്ടിയപ്പോഴാണ് 20 കൂട്ടി. അത്ര ഉണ്ട്. വയനാടാണ്. അപ്പൊ എനിക്കതൊരു പ്രീമിയം 18 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 24 വയസ്സ് വരെയുള്ള ആളുകളായിരിക്കും ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. ശരിയാണോ? 24 വരെ പോകുന്നില്ല, 22 വരെ പോകുന്നുള്ളൂ. കാരണം ഒന്നുകിൽ പഠിക്കുന്നതിന്റെ ഉടനെ കല്യാണം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു ജോലി ആവുന്നതിന് മുമ്പേ തന്നെ കല്യാണം കഴിച്ചു വിടൂലേ, അങ്ങനെയുള്ള കുട്ടികള്. മനസ്സിലായി. അപ്പൊ അതായത് വരുമാനം ഇല്ലാത്ത, അല്ലെങ്കിൽ ചെറിയ വരുമാനം മാത്രമുള്ള, അല്ലെ, ചെറിയ വരുമാനം 10,000 5000 ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന 22 വയസ്സ് വരെയുള്ള ആളുകളാണ് നമ്മുടെ കസ്റ്റമർ, അല്ലെ? ഓക്കെ. ആ ആളുകളെ ആ ആളുകൾ എവിടെ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ? അല്ല, ഞാനിപ്പോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങൾ അവിടെ വെക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന കാറ്റഗറി ഓഫ് ആളുകൾ ഏറ്റവും കൂടുതൽ എവിടെ ഉണ്ടാവുക? ആലോചിച്ചിട്ടുണ്ടോ? എവിടെ ഉണ്ടാവുക മീൻസ് ഏത് നാട്ടിലാണോ? അല്ല, നാടായിക്കോട്ടെ. ശരി, ഇപ്പൊ വയനാട് മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ? വയനാട്, കണ്ണൂർ, കാലിക്കറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോയി വരാൻ പറ്റുന്ന ആളാണ് അടുത്തായിട്ടുള്ള. അപ്പൊ വയനാട് കാലിക്കറ്റ് കണ്ണൂരുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ ജോലികളിലൊക്കെ കയറിയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട കസ്റ്റമർ ആണോ? ഇവരെ ആകർഷിക്കുന്ന സ്ട്രാറ്റജികളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? അങ്ങനെയല്ല, എന്റെ ചോദ്യം അതല്ല സാറേ. അതായത്
കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കൊരു പ്രീമിയം കസ്റ്റമറെയാണ് കിട്ടേണ്ടത്. ഇപ്പം എന്റെ അടുത്ത് എൻക്വയറി വരുന്നതൊക്കെ ഒരു 2000 3000 മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 രൂപ. ഞാൻ ഇട്ട പ്രൈസ് ആണ് 6000 എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? പക്ഷെ എനിക്ക് വരുന്നത് അതിലും കുറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. 2000-ന് ചെയ്തു തരുമോ 3000-ന് ചെയ്തു തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു പൈസക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂല. കാരണം നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനൊക്കെ നല്ല വിലയുള്ളതാണ്. ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ് കയ്യിലുള്ളത്. അപ്പം ഒരു 6000-നെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായി. അതിന് മുകളിലുള്ള കസ്റ്റമേഴ്സിനാണ് എനിക്ക് കിട്ടുന്നത്. അതായത് സ്വന്തമായിട്ട് ശരി. വരുമാനമുള്ള അങ്ങനെയുള്ള കുട്ടികളുണ്ടാവില്ല, അപ്പൊ കല്യാണം അതിന് താങ്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ റേറ്റ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ പുറത്തു വിടണം. അല്ലെങ്കിൽ ഏകദേശം ഇത്രയാവും എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ട്രസ്റ്റ് ഉണ്ടാക്കണം. ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക? ഉണ്ടാക്കി കൊടുക്കാം. എങ്ങനെ? അത് ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം? ഇപ്പൊ എനിക്ക് ഒരു വർക്കെങ്കിൽ ഫസ്റ്റ് ഒരു വർക്ക് കിട്ടി. നിങ്ങൾ ആ വർക്കിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഹസീന, ഒരു മണിക്കൂർ ഞാൻ ചാർജ് ചെയ്യുന്നത് 5000 റുപ്പീസാണ്. ഞാൻ ഹസീന അടക്കമുള്ള ആളുകൾക്ക് ഇന്ന് ഈ 10-45ഓളം ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ടാണ് ഈ ട്രെയിനിങ് തരുന്നത്. എന്തിനാ അത്? ഹസീന എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് അല്ലെങ്കിൽ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ശരിയാണോ? 21 ദിവസം ഞാൻ എന്റെ 21 × 5 എത്രയായി? 1,10,000 രൂപ ചെലവഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത് ആക്ച്വലി. ശരിയാണോ? ഇറ്റ്സ് ഓൺലി ഫോർ മേക്കിംഗ് ട്രസ്റ്റ്. നാളെ ഉണ്ണിൻകുട്ടി എന്നെ റൂട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഹലോ സാറേ എന്താ വിശേഷം ചോദിച്ചിട്ട് വരും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാതെ പോവാൻ പറ്റില്ല. എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. നാളെ ഉണ്ണിൻകുട്ടിയുടെ അടുത്ത് ഒരു ബിസിനസ് ഒരു പ്രശ്നം ഉണ്ണിൻകുട്ടിക്ക് വന്നാൽ ആദ്യം എന്റെ അടുത്ത് ഓടി വരും. അല്ലെങ്കിൽ വേറൊരു സുഹൃത്തിന്റെ ഒരു പ്രശ്നം വന്നാൽ ശ്രീജിത്തിനെ കണ്ടോ ശ്രീജിത്ത് പറഞ്ഞിരുന്നു പറയും. ദാറ്റ് ഈസ് കോൾഡ് ട്രസ്റ്റ്. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ 5 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാത്തത്. എഴുതി വെച്ചോ. 5 കാരണങ്ങൾ. 1, മണി, കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നമ്മുടെ അത്ര ബഡ്ജറ്റ് ഇല്ല. അപ്പൊ അസീനയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ അസീന തീരുമാനിക്കുന്ന ബഡ്ജറ്റിന് അവർക്കില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങാത്തത്. നമ്പർ 1. നമ്പർ 2, സമയമില്ല. സമയം, അതായത് നിങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് സൗകര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും അവരുടെ സമയം കൂടി മാച്ച് ആവുന്നില്ല. നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ എത്താൻ ഞാൻ രാവിലെ 8 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് 6 മണിക്ക് മുന്നേ മാർക്കറ്റ് ഇത് നടത്തണം. അപ്പൊ അവർ അതിന് പറ്റുന്ന ആളുകളെ അടുത്തുനിന്ന് വിളിക്കും. പോയിന്റ് മനസ്സിലായ? ദാറ്റ്സ് കോൾഡ് ടൈം. ഇനി അല്ല, അത് വരില്ല. ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ വിഷുകളാണ്. ഇതിട്ട് ഏതെങ്കിലും 5 എണ്ണം ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കാരണം മതി ആളുകൾ വാങ്ങാതിരിക്കാൻ. ഓക്കെ. ഇനി 3ാമത്തെ കാര്യം, നീഡില്ല, ആവശ്യമില്ല. ഒരു പക്ഷേ അവർക്ക് ബ്യൂട്ടി പാർലർ ബ്യൂട്ടി ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർ സ്വന്തമായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ആവശ്യമില്ല, അതുകൊണ്ട് അവർ വാങ്ങുന്നില്ല. അത്രേ ഉള്ളൂ. 4ാമത്തത്, അർജൻസി ഇല്ല. ഇത് വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരു തിരക്കൊന്നുമില്ല. അപ്പൊ കല്യാണം, നിങ്ങളുടെ കേസിൽ അർജൻസി എന്ന പ്രശ്നം വരില്ല, കാരണം കല്യാണ ദിവസം മാത്രമേ ഇത് ഇടുള്ളൂ, അല്ലേ? 5ാമത്തത്, ട്രസ്റ്റ് ഇല്ല. ട്രസ്റ്റ്. ഈ ഒരു റൂളിനെ പറയുക MT നെറ്റ്. മണി, ടൈം, നീഡ്, ട്രസ്റ്റ്, അർജൻസി, ട്രസ്റ്റ്, മണി നെറ്റ്, MT നെറ്റ് എന്ന ഈ റൂളിനെ പറയുക. അതിപ്പോ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഹസീന ഉണ്ടാക്കാത്തോടത്തോളം കാലം ഹസീനയ്ക്ക് ഒരിക്കലും വർക്ക് കിട്ടില്ല. അറിഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കകാലത്ത് വളരെ കുറഞ്ഞു ചെയ്തു കൊടുക്കുന്ന വർക്കായിരിക്കും. നിങ്ങൾ ഇപ്പോഴേ ഞാൻ 6000-ന് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഓക്കെ, വാങ്ങാൻ ആളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി കൂട്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിന് നിങ്ങൾ ക്വാളിറ്റി കൂട്ടി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യേണ്ടി വരും. പോയിന്റ് മനസ്സിലായോ? യു ഹാവ് ടു മേക്ക് ട്രസ്റ്റ്. ആദ്യത്തെ ഒരു 10 എണ്ണം എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് അതിനെ ആളുകൾക്ക് കാണിക്കുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് വിശ്വാസം വരുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കോർഡ് അയച്ചു തരുന്നുണ്ട് നമ്മുടെ വീഡിയോസ്. എന്തിനാ? ഉണ്ണിൻകുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഉണ്ണിൻകുട്ടി 21 ദിവസം ഷെയർ ചെയ്യൂലേ വീഡിയോ. അവൻ കാണും എന്നെ പറ്റിയിട്ട്, എന്റെ അടുത്ത് വരും, റെഫറൻസെങ്കിലും വരും നമുക്ക്. അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ആദ്യം. നിങ്ങൾക്ക് പണി അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളും വന്ന് വരില്ല.
എന്നെപ്പോലെ എന്നേക്കാൾ നന്നായി സംസാരിക്കുന്ന, എന്നേക്കാൾ നന്നായിട്ട് കച്ചവടം നടത്താൻ അറിയുന്ന കൺസൾട്ടൻസുകൾ, ബിസിനസ് കൺസൾട്ടന്റ് കോച്ചുമാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. മലബാർ ഏരിയയിലൊക്കെ അതിന്റെ സമ്മേളനമാണ്. പക്ഷെ ശ്രീജിത്ത് കേസി ആവില്ല. ശ്രീജിത്ത് കേസി സംതിങ് ഡിഫറെന്റ് ആണ്. ശ്രീജിത്ത് കേസി സംസാരിക്കുന്നതും ഇടപെടുന്നതും ഇടപഴകുന്നതും എടുക്കുന്ന ക്ലാസ്സും ഡിഫറെന്റ് ആണ്. ഇത് എങ്ങനെ ഞാൻ ക്ലാസ് എടുത്തേ ബോധ്യപ്പെടുത്തണം. മനസ്സിലായില്ലേ? അതെ, ശരി, നാളെ ഹസീന വരുമോ ക്ലാസ്സിൽ? ഇൻഷാ അല്ലാ വരും. വരും. അപ്പോ ഹസീന വന്നു കഴിഞ്ഞാൽ നാളെ എങ്ങനെയൊക്കെയാണ് നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് നാളെയും മറ്റന്നാളും അങ്ങനത്തെ അടുത്ത 10-20 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാം. ആയിക്കോട്ടെ. ഓക്കെ, ശരി. അപ്പോ ഒരു പോയിന്റ് കൂടി, ഞാൻ ഇതിനിടയിൽ കൂടെ കുറെ പോയിന്റുകൾ പറഞ്ഞു പോയായിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചായിരുന്നോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, എംടി നെറ്റ് റൂളിനെ കുറിച്ച് പറഞ്ഞിരുന്നു, കസ്റ്റമറുടെ ബയർ പേഴ്സണെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ് അതാണ് ആക്ച്വലി. നമ്മൾ ആളുകളെ സംസാരിക്കുന്നു പറഞ്ഞാൽ, പക്ഷെ ക്ലാസ് അതാണ്. ശരിയല്ലേ ഉണ്ണിക്കുട്ടി? ഇനി ആർക്കെങ്കിലും കസ്റ്റമറെ കണ്ടുപിടിക്കണമെങ്കിൽ വേഗം ചോദിക്കും. കമോൺ, ഇനി ആരാ അടുത്തത്? നെക്സ്റ്റ് വരട്ടെ. ശരി, അപ്പൊ കുറച്ചു നേരം ഒരു 5 മിനിറ്റ് തിയറി പറഞ്ഞോട്ടെ. തിയറി പറഞ്ഞു നോക്കോട്ടെ. സുബിൽ ജോസ്. സോറി സാറേ, എന്റെ ഗീയുടെ ബിസിനസ് ആണ്. നെയ്യ്. ഞാൻ കടകളിലാണ് നെയ്യ്. ഓക്കെ ശരി. കടകളിലാണ് കൊടുക്കുന്നത്. ഞാൻ കടകളിലാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് മെയിൻ ഡിഫറൻസ് മെയിൻ പ്രോബ്ലം ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ അതിന് ക്യാഷ് ചിലപ്പം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവധിക്ക് അതാണ് ഒരു. നിങ്ങളിപ്പോ എത്ര ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട് സുബി? ഒരു 100-150 ഷോപ്പുകൾ കൊടുക്കും. എത്ര പേര് കാശ് തരാത്തവരുണ്ട്? കറക്റ്റ് സമയത്ത് തരാത്തവരുണ്ട്? അതിലൊരു 45% കാശ് സമയത്ത് തരാൻ പറ്റാതെ. 45% തരുന്നുണ്ട്, പക്ഷെ സമയത്ത് തീരെ തരാത്തവരുണ്ടോ? അതായത് ഭയങ്കര ഡിലേ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ? ഭയങ്കര ഒരു 30% കാണും. 25%. നാളെ തൊട്ട് അവർക്ക് കൊടുക്കരുത് കേട്ടോ. നാളെ തൊട്ട് കൊടുക്കരുത് കേട്ടോ. നാളെ തൊട്ട് ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ വീണ്ടും കൊടുത്താൽ നിങ്ങൾ അവസാനം ഈ 30% അവരുടെ കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ട് അവസാനം നിങ്ങൾ നഷ്ടപ്പെടും. നിങ്ങൾ നഷ്ടത്തിലാണ്. ബിസിനസ് ചാരിറ്റി ആയിട്ട് കൊണ്ടുനടക്കരുത് കേട്ടോ. ബിസിനസ്സിൽ ചാരിറ്റി ഇല്ല, ബിസിനസ് വരുമാനം മാത്രമേ ഉള്ളൂ, ഇൻകം ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? അത് ആര് തന്നെയാണെങ്കിലും, ഇവിടെ ഇരിക്കുന്ന സുബിജ് മാത്രമല്ല ബാക്കി എല്ലാവരോടും പറയണത്, നിങ്ങൾക്ക് പൈസ കിട്ടാത്ത കച്ചവടം നിങ്ങൾ നടത്തരുത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് ഫ്രീ ആയിട്ടുള്ള വെച്ചോട്ടേന്ന് വെക്കണം. നമ്മുടെ പണ്ട് കാലത്ത് വീട്ടിൽ പശുള്ള ആൾക്കാരുടെ അടുത്ത് എന്റെ അമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് വരികയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു കുപ്പിയിൽ നെയ്യ് കൊണ്ടുവന്ന് വിടും. എന്റെ അനിയൻ പോരുമ്പോ കൊണ്ടുവിടും. അത് അടുത്ത വീട്ടിലെ കുട്ടികൾ പോകുമ്പോൾ കൊണ്ടുവിടും. അതുപോലെ ചെയ്താൽ മതി, എന്നാലും കുഴപ്പമില്ല. കച്ചവടമാണ് നടത്തുന്നെങ്കിൽ കാശ് മേടിച്ചോളണം. അപ്പോ ഇനി ഒന്ന് സുബിജെ, 60% ആളുകൾ കാശ് തരുന്നുണ്ട്, അല്ലെങ്കിൽ 70% ആളുകൾ കാശ് തരുന്നുണ്ട് അല്ലേ? അതിൽ കറക്റ്റ് ആയിട്ട് തരുന്ന എത്ര ഉണ്ട്? കറക്റ്റ് ആയിട്ട് തരുന്നത് പറഞ്ഞാൽ ഈ 60-ൽ ഒരു 40% ആണ്. 40%. ഈ 40 ആളുകൾ കൃത്യം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോ കാശ് തരും. കൊണ്ടുപോയി കൊടുക്കുമ്പോ തന്നെ ചിലപ്പം കുറച്ച് വല്ലതും വ്യത്യാസം വല്ലതും വന്നാലേ ഉള്ളൂ. ശരി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് അവര് പൈസ തരാതെന്ന് അറിയാം നിങ്ങൾക്ക് കാരണം എന്താണെന്നറിയാം? അതിന്റെ കാരണം ഒരു അടുത്ത പ്രാവശ്യം തരാമെന്ന് പറയുന്നത് വിറ്റ് പോകുമ്പം തരുമെന്ന് പറയും. ഞാനല്ല പോലെ നമ്മുടെ മാർക്കറ്റിങ്ങിലെ ആൾക്കാരാണ്, ഞാൻ സെയിൽസ്മാനാണ് പോകുന്നത്, നമ്മൾ പോകാറില്ല. സുബിജെ, നിങ്ങൾ വിചാരിക്കുന്നത് വിറ്റ് കഴിഞ്ഞാലേ കാശ് കിട്ടൂന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് അവനും അങ്ങനെ പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കമറുദ്ദീനെ, നിങ്ങളുടെ സാധനങ്ങൾ എടുക്കുമ്പോൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് എടുക്കല്. എന്നാ പിന്നെ താങ്കൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ അങ്ങനെ പഠിപ്പിക്കണം. ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എന്ത് പരിപാടി ട്രെയിനിങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ് പൈസ കിട്ടാണ്ട് എന്റെ വണ്ടിയിൽ താക്കോല് കയറൂല, കീ കയറൂല. അതിന് എത്ര വലിയ കമ്പനി ആണെങ്കിലും വേണ്ടില്ല. അഡ്വാൻസ് എന്റെ പേയ്മെന്റ് എന്റെ ഫുൾ കാശ് കിട്ടാണ്ട് ഞാൻ ക്ലാസ് ട്രെയിനിങ്ങിന് കയറൂല. അതെന്റെ തീരുമാനമാണ്. ഇറ്റ്സ് മൈ ഡിസിഷൻ. മനസ്സിലായി? അല്ല, ഇത് ട്രെയിനിങ്ങിന്റെ കേസ് ശരിയായി സാർ. ചിലപ്പോ ഇത് സെയിൽസ് നടത്തുന്ന മിക്ക എല്ലാവരും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയായിട്ട് അങ്ങനെ ചിലപ്പം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എല്ലാവരും അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനത്തെ കടയിൽ കൊടുത്താൽ മതി. നിങ്ങൾ കാശ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനത്തെ കടയിൽ കൊടുത്താൽ മതി. അങ്ങനത്തെ കട നിങ്ങളുടെ കാശിൽ ഇഷ്ടം പോലെ ഉണ്ട്.
നിങ്ങൾ ഈ പറയുന്ന ക്രെഡിറ്റ് എടുക്കുന്ന കടകളും അല്ലാത്ത കടകളും ഉണ്ട്. ഇപ്പൊ കമറുദ്ദീൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുക്കുന്നത് 90% പേയ്മെന്റ് കൊടുത്തിട്ടാണോ? നമ്മൾ 100% പേയ്മെന്റ് കൊടുത്തിട്ടാണ് 100% പേയ്മെന്റോട് കൂടിയ സെയിലും ചെയ്യുള്ളൂ, അല്ലാതെ കൊടുക്കൂല. അതെ, അതൊരു തീരുമാനമാണ്. അതൊരു തീരുമാനമാണ്. അത് ഈ തീരുമാനം ഞാൻ ആദ്യം സർവീസിൽ എടുക്കാൻ കുറെ വൈകി, അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ലോസായി. പിന്നീട് ഞാൻ ഇപ്പൊ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, കോസ്റ്റിൽ കുറച്ച് കൂടുതൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ ഞാൻ കൊടുക്കും. ഇനി അത്രയും അർജന്റ് ആണ്. ചില കസ്റ്റമേഴ്സിന് നമുക്ക് മനസ്സിലാവും സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സേവനം പാടുണ്ട്. കാരണം അവര് ചിലപ്പോൾ സെറ്റ് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ട് അവർക്കത് അത്യാവശ്യം ഉണ്ടാവും, അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷെ തരാൻ നേരത്തെ സാർ പറഞ്ഞ പോലെ അവർ ക്യാഷ് തരുന്ന ഉറപ്പുള്ള ഒരാളാണെങ്കിൽ, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ വെക്കും ചെറുതായിട്ട് ഒരു ഗ്യാരണ്ടിക്ക്, എന്നിട്ടേ കൊടുക്കുള്ളൂ. എന്നിട്ട് പറയും. ഇപ്പൊ ഇന്നലെ ഒരു ഇൻസിഡന്റ്, ഇത് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ ഒരു ഇൻസിഡന്റ്, ഇപ്പൊ ഒരു S9+ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ കസ്റ്റമർക്ക് അത് അർജന്റ് ആണ്. കസ്റ്റമർ എന്നോട് പകുതി പേയ്മെന്റ് തരാം, പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. ആ കസ്റ്റമർ കറക്റ്റ് പേയ്മെന്റ് തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്, എങ്കിലും ഞാൻ അത് കൊടുത്തില്ല. കാരണം എന്താ പറയുക, പിന്നീട് അത് പകുതി പൈസ കിട്ടണുള്ളൂ, അപ്പോഴും എനിക്ക് കോസ്റ്റിന്റെ അടുത്ത് പൈസ കിട്ടണില്ല. പിന്നെ പോരാത്തത് എന്താ, ഞാൻ പേയ്മെന്റ് ഓൾറെഡി കമ്പനിക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ ചിന്തിച്ച് പേയ്മെന്റ് ഞാൻ കൊടുത്താലും സെറ്റ് ഇവിടെ നിന്നോട്ടെ, കൊണ്ടുപോകണ്ട, കസ്റ്റമർക്ക് കൊടുക്കണ്ട. കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ കസ്റ്റമറോട് യാചിക്കണ പോലെ പൈസ ഉണ്ടാകാണ്ട് ഞാൻ ഞാൻ സുബിച്ചിന് ഒരു ആൻസർ കൊടുക്കട്ടെ. സുബിച്ച് ഒരു ഷോപ്പിൽ പോവാന്ന് കരുതുക. സുബീഷ് ഇവിടെ ഉണ്ടല്ലോ അല്ലെ, ലൈനിലുണ്ടല്ലോ അല്ലെ? ഞാൻ പറയുന്നത് കടികട്ടിയായിട്ട് ഫീൽ ചെയ്യണ്ട, ഞാൻ ഒരു സൊല്യൂഷൻ പറയാം. ഓക്കെ, സുബിച്ച് ഷോപ്പിൽ പോവാറുണ്ടോ? പോവാറുണ്ട്? കേൾക്കുന്നുണ്ടോ? ശരി. സുബിച്ച് ഈ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾ ഷോപ്പിൽ പോവാറുണ്ടോ? ഞാൻ പ്രൊഡക്റ്റ് അങ്ങനെ പോവാറില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇടയ്ക്ക് പോയിട്ടുണ്ട്. ആ പോയ സമയത്ത് നിങ്ങൾ കൃത്യം പേയ്മെന്റ് മേടിച്ച ആളാണോ? ചിലയിടത്തുനിന്ന് കൃത്യമായിട്ട്, ചിലയിടത്ത് കുറച്ച് ഡിലേ വരും. തരാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടും അല്ലെ? ഏകദേശം നിങ്ങൾ അതെന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ നിങ്ങളുടെ ഒപ്പമുള്ള ടീമിന് കാണിച്ചു കൊടുക്കണം, അതെങ്ങനെയാണ് നിങ്ങൾ മേടിക്കുന്നത് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം കമ്പാരിസൺ ആണ്. എന്ത്, മറ്റവൻ അങ്ങനെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യേണ്ടി വരുന്ന, മറ്റവർക്ക് മറ്റേ ക്രെഡിറ്റിലെ കൊടുക്കണം അതുകൊണ്ട് ഞാനും ക്രെഡിറ്റിൽ കൊടുക്കേണ്ടി വരുന്നുള്ളതാണ്. അങ്ങനെയാണൊന്നില്ല. നിങ്ങളുടെ ഷോപ്പുകാരന് ഈ സാധനം, നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ സംഭവം പക്കയാണ്, അവർക്ക് അത് സെയിൽസ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങും. ഫുൾ പേയ്മെന്റിന് ഒരു സംശയമില്ല. എങ്ങനെ നമ്മളെ വർക്കിലോ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിലോ നമുക്ക് വിശ്വാസം വേണം. അല്ല, നമുക്ക് പ്രൊഡക്റ്റിൽ വേണം. അത് ഞാൻ പറഞ്ഞുതരാം, അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് എന്തായാലും. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മുകളിൽ നമുക്കുള്ള ട്രസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവിന് കൊടുക്കാൻ പറ്റുക. ആ എക്സിക്യൂട്ടീവിന്റെ ട്രസ്റ്റ് ആണ് അവൻ ആ ഷോപ്പിന് കൊടുക്കാൻ പറ്റും, ആ ഷോപ്പിന്റെ മുതലാളിക്ക്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് അവിടേക്ക് എത്തുക. അപ്പൊ കസ്റ്റമർ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കസ്റ്റമർ, അങ്ങനത്തെ കസ്റ്റമറെ നമുക്ക് കൊടുക്കാൻ പാടും. നമ്മൾ തീരുമാനിക്കുകയാണ് റെഡി ക്യാഷ് ഉള്ള കസ്റ്റമറെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ കച്ചവടം കൂടിയ ചില സ്ഥലങ്ങളുണ്ടായിരിക്കും, നമുക്ക് അവിടെ കൊടുത്തേ പറ്റും. ഇപ്പൊ ലുലുമാളിൽ കൊണ്ടേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 180 days വരെ അവരുടെ ക്രെഡിറ്റ് പീരീഡ് ആണ്, അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് പറയാം. അവരുടെ റൂളോ. നമ്മൾ തീരുമാനിക്കാം എവിടെ കൊടുക്കുന്നത്. അല്ല, വലിയ കടയിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സുബിജ, നിങ്ങൾ പറയുന്ന റേഞ്ച് ഭയങ്കര കേൾക്കുന്നില്ല. സാറേ റേഞ്ചില് ഭയങ്കര മഴയാണ്. വലിയ കടകളിലെ വലിയ കടകളിലെ അവിടെ സെയിൽ കൂടുതൽ നടക്കുന്നുണ്ട്. പക്ഷെ 30 to 45 days ഒക്കെ 45 ഒക്കെ മിനിമം വരുന്നുണ്ട്. സെയിൽ നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോംപ്രമൈസ് ഉണ്ട്. പക്ഷെ ആ വലിയ കടകളുടെ അതേ സ്വഭാവം നിങ്ങൾ ചെറിയ കടകളിൽ നിങ്ങൾ സെല് ചെയ്യരുത്, അത്രേ ഉള്ളൂ. കിട്ടുന്നുണ്ട്.
അത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ പക്ഷെ ചോദിക്കാൻ കച്ചവടം പറ്റും. കൂടുതൽ നമ്മൾ നടക്കുമ്പോൾ തീരുമാനിക്കുന്നു എ ബി സി 3 ടൈപ്പ് കസ്റ്റമർ. എ എന്ന് പറയുന്നത് വലിയ വലിയ കടകൾ, ബി എന്ന് പറയുന്ന ആവറേജ് കടകൾ, സി എന്ന് പറയുന്നത് ചെറിയ കടകൾ. ഓക്കെ, എക്കാർക്ക് നമുക്ക് 25 ദിവസം 30 ദിവസം 45 ദിവസം കൊടുക്കാൻ കാരണം അവർ കിട്ടും, അവരെ കച്ചവടം ഉണ്ട്. ബി എന്ന് പറയുന്ന ആവറേജ് ആണ്, അവിടെ കിട്ടും, പക്ഷെ അവർക്ക് നമുക്ക് ഒരു 20 ദിവസം 15 ദിവസം ഒക്കെ മാക്സിമം കൊടുക്കാൻ പറ്റും ക്രെഡിറ്റ്, അല്ലെങ്കിൽ 10 ദിവസം. സി എന്ന് പറയുന്ന ചെറിയ കടകൾ, അവിടെ കച്ചവടം കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അവിടുത്തെ കാശ് ആദ്യം മേടിക്കുക. ഒരു സംശയവും വേണ്ട, നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ പക്ഷെ തീരുമാനമാണ്. ഇങ്ങനെ തന്നെ സാറേ ഇപ്പം പോകുന്നത്, അങ്ങനെ തന്നെയാ പോകുന്നത്. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഓരോ കസ്റ്റമറും ഏത് ടൈപ്പ് കസ്റ്റമറാണ് തീരുമാനിക്കുക. അവർക്ക് വേറെ വേറെ സ്ട്രാറ്റജി ആയിരിക്കും, വേറെ വേറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പൊ കമറുദ്ദീൻ പറഞ്ഞ പോലെ ഒരാൾ എന്റെ ചോദ്യം ഇങ്ങനെയാണ്, ചിലപ്പോൾ വലിയ കച്ചവടം എന്റെ ചോദ്യം ഇതാണ് സാറേ, വലിയ കച്ചവടം നടക്കുമ്പോൾ വലിയ കച്ചവടം നടക്കേണ്ടിടത്തുനിന്ന് എങ്ങനെ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ഒത്തിരി ക്രെഡിറ്റ് പോകാതെ കൊടുക്കാൻ ക്യാഷ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം, ഞങ്ങൾ ഇത്ര ദിവസത്തെ ക്രെഡിറ്റ് പീരീഡ് ആണുള്ളത്, അത് നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ പഠിപ്പിക്കണം. ആ എക്സിക്യൂട്ടീവിനോട് പറയണം ഇത്ര ദിവസത്തിന്റെ പൈസ നമുക്ക് വന്നിരിക്കണം എന്ന്. എന്നാലേ എക്സിക്യൂട്ടീവ് ആ കടയിൽ പോയിട്ട് ആ കടക്കാരനോട് പറയുള്ളൂ. എന്നിട്ട് എന്നാൽ മാത്രമേ അവനത് മനസ്സിലാവുള്ളൂ. നമ്പർ 1 ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ലോകത്ത് എവിടെയും കാശ് കിട്ടാൻ ഫോളോ അപ്പ് എന്ന് പറയുന്ന മാർഗം മാത്രമേ ഉള്ളൂ. ലോകത്ത് എവിടെയും കമറുദ്ദീൻ എന്റെ അടുത്ത് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ, കമറുദ്ദീൻ ഉണ്ണിൻകുട്ടിയുടെ അടുത്തും കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടിന്യൂസ് വിളിക്കുകയാണെങ്കിൽ ആദ്യം കമറുദ്ദീൻ എന്റെ പൈസ തരും, എന്നിട്ടേ ഉണ്ണിൻകുട്ടിക്ക് കൊടുക്കുള്ളൂ. അത് ലോക തത്വമാണ്. മനസ്സിലായില്ലേ? കാശ് ചോദിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ചോദിക്കുക, ഒരു മടി വിചാരിക്കണ്ട. പൈസ ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, ചോദിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. ക്ലിയർ സുബിജെ? അത് നിങ്ങൾ ടീമിനെ, നിങ്ങളുടെ എക്സിക്യൂട്ടീവിന് മടി ഉണ്ടായിരിക്കും ചോദിക്കാൻ. അവർ എക്സിക്യൂട്ടീവിന്റെ മനസ്സിലാണ് പ്രശ്നം. അത് നിങ്ങൾ ക്ലാരിറ്റി വരുത്തി, അതൊക്കെ നടക്കും. അല്ല സാർ, അങ്ങനെ പോകുന്നുണ്ട്, ഓൾറെഡി പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചത് അത് കുറച്ചുകൂടെ സ്ട്രാറ്റജി നമുക്ക് ഇതിനെ അടുത്ത ദിവസങ്ങൾ പറഞ്ഞുതരും. ഇന്ന് നമ്മൾ പരിപാടി കസ്റ്റമറെ കണ്ടുപിടിക്കണം, എല്ലാത്തിനും സൊല്യൂഷൻ ഞാൻ. ഓക്കെ, ഇന്നിപ്പോ സമയമില്ല, അതുകൊണ്ട് നാളെ നമുക്ക് വന്നിട്ട് ഇതിന്റെ കുട്ടിയാൻ പറയാം. ഓക്കെ, താങ്ക് യു. നേരത്തെ സാറ് പറഞ്ഞ ഒറ്റ കാര്യം വെച്ചാൽ മതി, ടൈം ലിമിറ്റ് വെച്ചാൽ മതി. അതെ, ടൈം ലിമിറ്റ്. ആ ടൈം ലിമിറ്റ് ഇപ്പൊ നമ്മളെ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് തരുന്ന ടീമുണ്ട്, നമുക്ക് സാധനങ്ങൾ തരുന്ന ടീമുണ്ട്. ആദ്യം നല്ല ക്രെഡിറ്റ് തന്നിരുന്നു, അവർ പിന്നെ എന്ത് ചെയ്തു, അവർക്ക് അവരുടേതായ ക്രൈസിസ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ടൈം ലിമിറ്റ് വെച്ചു. പിന്നെ അതിനൊരു ഫോളോ അപ്പ് വെച്ചു. എങ്ങനെ എത്ര പൈസ ആയി കഴിഞ്ഞാൽ അപ്പോത്തിന് അവിടെ നിന്ന് പിരിക്കും. അതിന്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയും. ഇതിൽ ബേസിക്കലി ഒരു കാര്യമുണ്ട്. ഇതിൽ പ്രശ്നം കടക്കാരുടെ പ്രശ്നമല്ല, ഇത് പ്രശ്നം എക്സിക്യൂട്ടീവിന്റെ പ്രശ്നം. എക്സിക്യൂട്ടീവ് വിചാരിക്കാൻ അവർ തരില്ല എന്നുള്ളത്, ചോദിക്കാൻ മടി, ഇപ്പൊ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എക്സിക്യൂട്ടീവിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അത് നിങ്ങൾ ചോദിക്കുക. സുബിജ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും, ഉറപ്പായിട്ടും. ഓക്കെ, യെസ്. എങ്ങനെ നമ്മള് കസ്റ്റമറോട് അങ്ങനെ ഒരു കാര്യം പറയില്ല. എന്താ പറയുക, ചില കസ്റ്റമറോട് നമുക്ക് ക്രെഡിറ്റ് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ അത് എറർ കാണിക്കും, അതുകൊണ്ട് പേയ്മെന്റ് നിർബന്ധമാണ് അറിയും. അപ്പോ കസ്റ്റമർക്കും കുഴപ്പമില്ല. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഇപ്പൊ ചോദിക്കാം. എനിബഡി, നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് കണ്ടുപിടിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും, നമുക്ക് ചോദിച്ച് ഉത്തരം പറയാം. ഇന്ന് ആക്ച്വലി ഒരു ക്ലാസ് എന്നുള്ളതിനപ്പുറത്ത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഇവിടെ ഇപ്പോ കമറുദ്ദീന്റെ അല്ലെങ്കിൽ സുബിതയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കസ്റ്റമറുടെ പേര് പറയുന്ന സമയത്ത് അവനവന് സ്വന്തമായിട്ട് അവനവന്റെ കസ്റ്റമർ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരമാണ് തന്നത്. നിങ്ങളിത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കസ്റ്റമർ ആരാണ് എന്നുള്ളത് അറിയാതെ നിങ്ങൾ കച്ചവടം നടത്തിയിട്ട് കാര്യമില്ല. അത് പല ടൈപ്പ് കസ്റ്റമർ ഉണ്ടായിരിക്കും, ഒന്നല്ല പല ടൈപ്പ് കസ്റ്റമർ ഉണ്ടായിരിക്കും, ഒരുപോലെ ആവണമെന്നില്ല. അപ്പൊ അവരൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡോക്ടർ VNMന്റെ ഡോക്ടറുടെ കസ്റ്റമർ ഒരൊറ്റ ടൈപ്പ് കസ്റ്റമറാണ്, അത് സ്റ്റുഡൻസ് മാത്രമാണ്, അത് നീറ്റ് പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ് മാത്രമാണ്, അത് ഒരൊറ്റ ടൈപ്പാണ്. എല്ലാവരുടെ ഒരേ സ്ട്രാറ്റജി ചെയ്താൽ മതി. പക്ഷെ സ്ഥലങ്ങൾക്കനുസരിച്ച് ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡന്റിന്റെ അടുത്ത് നല്ല സ്ട്രാറ്റജി ആയിരിക്കില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പൊ കമറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം സെയിൽസിന് വരുന്ന കസ്റ്റമറും സർവീസിന് രണ്ട് ടൈപ്പാണ്. അവർ രണ്ട് രീതിയിലുമാണ് ചിലപ്പോൾ. ഇതിൽ തന്നെ സെയിൽസിന് വരുന്ന രണ്ടോ മൂന്നോ ടൈപ്പ് ആൾക്കാർ വേറെ ഉണ്ടാവും. അവരുടെ അടുത്ത് വേറെ വേറെ സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ഇറക്കേണ്ടി വരിക. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ടൈപ്പ് കസ്റ്റമർ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ, നിങ്ങളുടെ സർവീസിനനുസരിച്ചിട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം. സ്ട്രാറ്റജീസിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹൂ ഈസ് യുവർ കസ്റ്റമർ, ഫൈൻഡ് യുവർ കസ്റ്റമർ എന്നുള്ളതാണ്. മേക്ക് യുവർ ബയർ പേഴ്സോണ. ഇത് മനസ്സിലാക്കുക. ഇന്ന് ചെയ്ത് നമ്മളെ
ബയർ പേഴ്സോണ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും ഇത്ര ഉള്ളതൊക്കെ എന്ന്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉണ്ടാക്കിയേ പറ്റും. ക്ലിയർ? ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണം. ഉണ്ടെങ്കിൽ ഇപ്പോ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇതിനൊരു കൺസൾട്ടേഷൻ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അല്ലെന്ന് ഞാൻ നാളെ കാണാം. നാളെ രാത്രി 9 മണിക്ക് ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതേ ലിങ്ക് ഇന്നത്തെ മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതേ ലിങ്ക് ആയിരിക്കും നാളെ ഉണ്ടാവുക. ഇന്ന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ സൂരജ്? ജോയിൻ ചെയ്യാൻ സൂരജ് ഉണ്ടോ? പോയോ? ഇല്ലല്ലോ, ഉണ്ട്. എനിക്ക് ഇന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ സംഭവം അത് എന്റെ നിന്റെ പ്രശ്നമാണോന്നും കുഴപ്പമാണ്. അറിയത്തില്ല. നിന്റെ കുഴപ്പമാണ്. അപ്പോൾ അത് വേറെന്തോ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. ബാക്കി നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ നാളെ രാത്രി 9 മണിക്ക്. സ്ഥിരം രാവിലെ ക്ലാസ് 6 മണിക്കുള്ളതുകൊണ്ട് എങ്ങനെ പറയുള്ളൂ? അതാണ് 9 മണിക്ക്, നാളെ രാവിലെ 9 മണിക്ക്. ഓക്കെ. താങ്ക് യു മുഹമ്മദ് റിയാസ്. ആദ്യത്തെ ക്ലാസ് ആണ്. അഭിപ്രായങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടുക. എല്ലാവരും എന്ത് നിങ്ങൾക്ക് പഠിച്ചു എന്നുള്ള അഭിപ്രായങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടണം നിർബന്ധമായിട്ടും. ഓക്കെ. നല്ല കാര്യമായിരിക്കും നിങ്ങൾക്കും എനിക്കും. ഓക്കെ. താങ്ക് യു ഗൈസ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.